ഒരാളുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അയാളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എന്താണ് വളരെ പൊട്ടനെ പോലെ അല്ലെങ്കിൽ പൊട്ടിയെ പോലെ നമ്മുടെ നഴ്സറി ചെല്ലുക. അവിടെ ഏറ്റവും വലിയ നഴ്സറി ട്രിവാൻഡ്രത്തുള്ളത് കുഴിപ്പള്ളം എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സറി എല്ലാവർക്കും അറിയാൻ കഴിയും. അല്ല, ബാലരാപുരത്തിനടുത്തായിട്ട് അതിന്റെ എന്തോ ഒരു മുക്കാണ്. അതെ, കണ്ണേറ്റുമുക്കല്ല, വഴിമുക്ക്. റൈറ്റ്, എക്സാക്ട്ലി, വഴിമുക്ക്. അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ നഴ്സറികൾ. അവിടെ വെള്ളം നനയ്ക്കുന്ന ഓരോ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാ ചെടികളുടെ പേരും അറിയാം. ഞാൻ അവിടെ പോയൊരു പേപ്പറിൽ പോക്കറ്റിനകത്ത് ഒരു പേപ്പറും പേനയും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചേച്ചി എടുത്ത് ചോദിക്കും, ചേച്ചി ഈ ചെടിയുടെ പേരെന്താണ്? അപ്പൊ അവർ പറയും ഏഞ്ചലോണിയ. ഞാൻ എഴുതി വെക്കും ഏഞ്ചലോണിയ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഏഞ്ചലോണിയ. വേറെ സിനിമകൾ പറയും ക്രോട്ടൺ, അല്ലെങ്കിൽ കാർഡിനൽ ടെർമിനാലിസ്, അല്ലെങ്കിൽ പല പേരുകളിലെ ചെടികൾ ഓരോന്നായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഒരു ദിവസം ഒരു 15 ചെടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പോക്കറ്റിനകത്ത്. എന്നിട്ട് റോഡിൽ ഞാൻ ബസ്സിലാണ് പോവുക. എന്നിട്ട് ബസ്സിൽ ഇരുന്നുകൊണ്ട് ഓരോ വീടുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏതൊക്കെ ചെടി ഏതൊക്കെ വീട്ടിലുണ്ട് അതും ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ച് ഏകദേശം ഒരു 400-450 ചെടികൾ ഇങ്ങനെയാണ് പഠിച്ചത് പേര്. അല്ലാതെ ഇത് ഈ പേര് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്തോ ഒന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മളവിടെയൊക്കെ എക്സാമൊക്കെ ഭയങ്കര രസമാണ്. കാർഷിക കോളേജിൽ ഇതെല്ലാം പഠിപ്പിക്കും ചെടിയുടെ. എന്നിട്ട് ചെടിയുടെ കൊണ്ട പിടിച്ച് പഠിപ്പിക്കും ഒരു ടേബിളിൽ. അപ്പൊ നമ്മൾ എന്നിട്ട് എക്സാമിനേഷന് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പോയി ഓരോ കൊണ്ടയുടെയും ഓരോ ചെടിയുടെ ഇല കണ്ടിട്ട് പേരെഴുതണം. ഇതായിരുന്നു എക്സാമിനേഷന്. അപ്പൊ ഫ്രണ്ടിൽ പോകുന്നവനെ നല്ല പഠിക്കുന്ന ഒരുത്തിനെ ഫ്രണ്ടിൽ വിടും. അവൻ ഇങ്ങനെ എഴുതി ഓരോന്നായിട്ട് നമുക്ക് പാസ് ചെയ്ത് തരും. അത് എഴുതി നമ്മൾ പാസ്സായി പോകും. ഇത് തന്നെയാണ് നമ്മൾ കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഇല്ലാത്തവനില്ലെങ്കിൽ കയറും. അത് തന്നെയാണ് ഇപ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ടാണ് സ്വന്തമായിട്ട് പഠിച്ച് അവസാനം ഈ ഫീൽഡ് താല്പര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് പഠിക്കാനായിട്ട് സാധിച്ചു. പിന്നെ യൂട്യൂബ്, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ഏകദേശം 8000-ഓളം ചെടികളുടെ ഒരു ബുക്കുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസും അതിൻ്റെ പേരും ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. അതിനകത്ത് എല്ലാ ചെടികളുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം. ഞാനത് നഴ്സറിക്കാർക്ക് നിർബന്ധമായിട്ടും വേണം. അത് അവിടെ നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഞാനൊരു നഴ്സറിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അടിച്ച് മാറ്റിയതാണ്. അവൻ തരത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ചായ കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് എടുത്തുകൊണ്ട് പോയി ഒന്നിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അതിനെ ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. അത് ആർക്കും വേണം ഷെയർ ചെയ്യാം. അതിനകത്ത് എല്ലാ ചെടികളും വിത്ത് നെയിംസ് ആൻഡ് പിക്ചർ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 8000, അതാണ് നേരത്തെ പറഞ്ഞത്, ഏകദേശം 8000-ഓളം ചെടികളുണ്ട്. ആ 8000 ചെടികൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് കിട്ടിയത് വേറെ ഒരിടത്തുമല്ല, കേരളത്തിലെ നഴ്സറികളുടെ ചെടി എവിടെ നിന്നാണ് വരുന്നത്? മെയിനായിട്ട് ബാംഗ്ലൂര്. എവിടെ നിന്ന്? മണ്ണുത്തി. ഒന്നുമല്ല. എവിടെ? രാജമുണ്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത്. രാജമുണ്ട്രി എന്ന് പറയുന്നത് ആന്ധ്രയിലെ കാവേരിയുടെ തീരത്തുള്ള ഏകദേശം 25,000 കുടുംബങ്ങൾ നഴ്സറി നടത്തുന്ന ഒരു ഗംഭീര ഒരു സിറ്റി, നഗരമാണ്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയി രാജമുണ്ട്രി. ആ രാജമുണ്ട്രി നമ്മൾ അടിച്ചു മാറ്റിയത് ഈ ബുക്ക്. ഇപ്പൊ രാജമുണ്ട്രിയില് രാജമുണ്ട്രി RAJMUNDRY രാജമുണ്ട്രി എയർപോർട്ട് വരെ ഉണ്ട്. രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനുണ്ട്. രാജമുണ്ട്രി ഞങ്ങൾ ഇവിടെ ട്രെയിനിൽ പോയി ധൻബാദ് എക്സ്പ്രസ് രാജമുണ്ട്രി പോകുന്നതാണ്. ധൻബാദ് എക്സ്പ്രസ്സിൽ കയറി നേരെ രാജമുണ്ട്രി ഇറങ്ങി. രാജമുണ്ട്രിയിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല റൂംസ് ഉണ്ട്. 150 രൂപ കൊടുത്താൽ നമുക്ക് ഗംഭീര റൂം കിട്ടും. ആ റൂമിൽ പോയി ഫ്രഷായി എന്നിട്ട് നമ്മൾ എൻ്റെ കയ്യിൽ കുറേ നമ്പേഴ്സ് ഉണ്ട് രാജമുണ്ട്രി നഴ്സറിയുടെ. ഒരാളെ വിളിച്ചാൽ മതി, അയാൾ കാറുമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുതിരയുടെ കണ്ണ് കെട്ടിയതുപോലെയാണ് നമ്മളെ കൊണ്ടുപോകുക. വേറെ ഒരു സ്ഥലത്ത് ഇറക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുറ്റും നഴ്സറിയായി 10-25,000 നഴ്സറി ഉണ്ട്. ആ നഴ്സറിയുടെ ഇടയിൽ കൂടെ നമ്മൾ ഇവൻ കൊണ്ടുപോയി ഇവന്റെ നഴ്സറിയിൽ പോയി അവൻ നമുക്ക് ചായയും തന്ന് കാപ്പിയും തന്ന് ഉച്ചയ്ക്ക് ചോറും തന്ന് കറക്റ്റായിട്ട് എപ്പോഴാണ് ട്രെയിനുള്ളത് ആ സമയത്ത് കൊണ്ടുവിടും. ഇതാണ് അവിടുത്തെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഞാൻ അങ്ങനെ പോയി. ഒരാളെ എനിക്ക് അറിയായിരുന്നു. അയാളെ വിളിച്ച് പറഞ്ഞു. അയാൾ ഇതേപോലെ കണ്ണും കെട്ടി ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി നേരെ നഴ്സറി കാണിച്ചു തന്നു. ഭഗവാനെ അതിശയിച്ചു. ഇവിടെ 150 രൂപയുടെ സാധനം അവിടെ 10 രൂപ 20 രൂപ. ശരിയാണ്. ഒന്നുമില്ല. അയാൾ കാറിൽ ഇന്നോവയിലേക്ക് വരും, നമ്മളെ കൊണ്ടുപോകും, തിരിച്ച് അതേപോലെ കൊണ്ടുപോകും. ഒരു ചെലവുമില്ല. ഭക്ഷണം എല്ലാം തരും. പക്ഷെ ചെടികൾ വാങ്ങിക്കൊള്ളണമെന്ന് മാത്രം. പക്ഷേ ഇത് ഭയങ്കര ലാഭം. ആ ചെടിയാണ് മണ്ണൂത്തിയിലും, ആ ചെടിയാണ് ഹോൾസെയിൽ നഴ്സറി ആയിട്ടുള്ള കുഴിപ്പള്ളത്തും. ക്വാണ്ടിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് ഒരു ലോഡ് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. എങ്കിലും നഴ്സറി തുടങ്ങുന്ന ഒരാൾക്ക്, ഞാൻ തൃശ്ശൂരിൽ ഒരു നഴ്സറി ഒരു കർഷകനെ കൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും രാജമണ്ഡലിൽ പോയി. അവിടെ നിന്ന് ഒരു ലോഡ് ഏകദേശം 2-2.5-3 ലക്ഷം രൂപയാകും ഒരു ലോഡിൽ.
അത് കണ്ടു. ആ 3 ലക്ഷം രൂപ നമുക്ക് ഏകദേശം 6 ലക്ഷം രൂപ കൂടെ വിൽക്കാം. 6-8 ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് വിൽക്കാം. ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇത്രയും കാടിനെയുള്ള വെയിലുള്ള സ്ഥലത്ത് നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ ഭംഗിയായിട്ട് എല്ലാ ഫ്രൂട്ട് ട്രീസും എല്ലാ ഫലവർഗങ്ങളും ഈ പറയുന്ന നമ്മുടെ പേരക്കയൊക്കെ എത്ര വെറൈറ്റി എന്നറിയാം. ബ്ലാക്ക് പേരക്ക, ചുവന്ന പേരക്ക, നല്ല സഫേദ് പേരക്ക, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ഇതെല്ലാം അവിടെ നിന്ന് കിട്ടും. എല്ലാം 25 രൂപ 20 രൂപയ്ക്കേ ഉള്ളൂ. ഇവിടെയാണ് 150 രൂപ 170 രൂപ. സർ ഇവിടുന്ന് ട്രെയിൻ എത്ര മണിക്ക്? അപ്പൊ ധൻബാദ് എക്സ്പ്രസ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ട്രിവാൻഡ്രത്തിനാണ് ഇരിക്കുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുന്നത്. അവിടെ 4 മണിക്ക് 5 മണിക്ക് വൈകുന്നേരം അവിടെ. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത ദിവസം രാവിലെ ഞാൻ കുറെ നമ്പേഴ്സ് തരാം, അവിടെ പോയാൽ മതി. സത്യദേവ് നഴ്സറി വന്നിട്ടുള്ള നല്ലൊരു നഴ്സറി ഉണ്ട്. ടീച്ചർ പോകുന്ന തോന്നുന്നു. അപ്പൊ കൂടെ ആരെങ്കിലും കൂട്ടിക്കൊള്ളു. സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോരുത്തർ ഇപ്പൊ സാറിനെ തന്നെ ഞാൻ ദൈവം കൊണ്ടെത്തിച്ചതെന്ന് വിശ്വസിക്കണം. അയ്യോ, അങ്ങനെയൊന്നും പറയുന്നത്. ഇതൊരു നിമിത്തം ഒരു സത്യദേവ് നഴ്സറി ഉണ്ട്. രാജമുണ്ട്രി നമ്മൾ നെറ്റിൽ നോക്കിയാൽ മതി. രാജമുണ്ട്രി നോക്കുകയാണെങ്കിൽ കാവേരിയുടെ തീരത്താണ്. ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏകദേശം 30,000 ഫാമിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. വെറും ഗാർഡൻ. ആ 30,000 ഫാമിലീസിൽ ഏകദേശം 25,000-ഓളം നഴ്സറി ഉണ്ടെന്നാണ്. അപ്പൊ ആദ്യത്തെ ദിവസം രാജമുണ്ട്രി സ്റ്റോപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 8-10 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കാണ് ഫുൾ ഗാർഡൻ. എന്ത് രസമാണ്, നോക്കുന്നൊന്നുമല്ല. നമ്മുടെ പോയി കഴിഞ്ഞാൽ ഫുൾ ഗാർഡൻ ഭയങ്കര രസം, ഭയങ്കര രസം. നിങ്ങളടുത്ത് നോക്കിയാൽ മതി. രാജമുണ്ട്രി സത്യദേവ് നഴ്സറി എടുത്ത് നോക്കിയാൽ മതി. അത് ഏകദേശം 60 ഏക്കർ എന്തോ ഉണ്ട് നഴ്സറി. ആ 60 ഏക്കറിൽ ഫുൾ ചെടികളാണ്. ഓരോ അത് കാറിൽ അകത്ത് തന്നെ വണ്ടിയിലേക്ക് പോകും. അവരുടെ കാറിലേക്ക് പോകും. അത്രയ്ക്ക് രാജമുണ്ട്രി RAJMUNDRY. രാജമുണ്ട്രി വലിയ പേര് കേട്ടതാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ട്. ഓ അതാണ് നമ്മളെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പ്രശ്നം നോക്കുകയാണെങ്കിൽ അവൻ നമ്മളെ കണ്ണു കെട്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് മറ്റുള്ള നഴ്സറിയുടെ വില അറിയില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ പോയപ്പോഴത്തേക്ക് ഇവനെ വിളിച്ചില്ല. എനിക്ക് സ്ഥലം അറിയാതെ. അപ്പൊ ഞാൻ ഓരോ നഴ്സറിയിലായിട്ട് കയറുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ ചെടിക്കും ഓരോ നഴ്സറിയിൽ ചീപ്പായിട്ട് കിട്ടും. അതിന് നമ്മൾ നോട്ട് ചെയ്ത് കൊണ്ടുവരിക. റോസ് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് 5 രൂപയുള്ളൂ, വേറെ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് 10 രൂപ, വേറെ സ്ഥലത്ത് 12 രൂപ, ചില സ്ഥലത്ത് 8 രൂപ. ക്വാളിറ്റി ഒക്കെ നമുക്ക് ഏകദേശം ഒരുപോലെ. അപ്പൊ 5 രൂപയ്ക്ക് കിട്ടുന്ന റോസ് എവിടെയാണെന്നുള്ളത് ഞാൻ എഴുതി വെച്ചു. പിന്നെ നമ്മുടെ വണ്ടിക്കാരനെ ഏർപ്പാട് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും പിക്ക് ചെയ്ത് അങ്ങനെ ഭയങ്കര ഏകദേശം 1 ലക്ഷം രൂപയോളം ലാഭം കിട്ടും. ഇല്ല എങ്കിൽ മക്കളെ നമ്മളെ കൊണ്ടുപോയി കമ്പിൽ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരും. കച്ചവടക്കാരെ വേറെ ടെക്നിക്ക് ഉണ്ട്. ഫസ്റ്റില് വന്ന് വില ചോദിക്കില്ലേ, ആ സാധനത്തിന് അവർ മാർജിൻ അവരെ കാട്ടി പകുതി കളിക്കുമ്പോൾ പറയാം. നമ്മൾ ബൾക്കായിട്ട് സാധനം എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചോദിക്കും, നമ്മൾ റോസിനെ വില വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോസിന്റെ പകുതി വില അവർ പറയുള്ളൂ. അപ്പൊ നമ്മൾ പലർക്ക് ചോദിച്ചിട്ടാ വന്നിട്ടുണ്ടാവും റോസിന്റെ വില. അപ്പൊ നമ്മൾ ഇവിടെ ചീപ്പാന്ന്. പിന്നെ ഇവിടുന്ന് മക്കളെ സാധനം മേടിക്കുമ്പോൾ അതിൽ കവർ ചെയ്യും. അതെ, അങ്ങനെ ഞാൻ നേഴ്സറി നടത്തുന്നില്ല. ഞാൻ മറ്റേ മദ്രാസിലെ കച്ചവട കട അപ്പൊ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നമ്മള് അങ്ങനെ ഒരു കെണിയപ്പെടാതെ ചെയ്യാം. ഞാൻ നഴ്സറിയുടെ പേര് പറഞ്ഞുതരാം. അത്യാവശ്യം ജെന്യൂനായിട്ട് എനിക്ക് തോന്നി. സത്യദേവ് നഴ്സറി എന്നാണ് നഴ്സറിയുടെ പേര്. സത്യദേവ് നഴ്സറി. ഞാൻ സത്യദേവ് DEV സത്യ ശ്രീ സത്യദേവ് ഇതിനകത്ത് കാണും, നെറ്റി കാണും. ഏകദേശം 60-70 ഏക്കറുണ്ട് അവർക്ക് ഗാർഡനായിട്ട് മാത്രം, നഴ്സറി മാത്രം. കോൺടാക്ട് നമ്പർ ഞാൻ തരാം. കോൺടാക്ട് നമ്പർ ഗൂഗിൾ ചെയ്താൽ കിട്ടും. സത്യദേവ് നഴ്സറി ഗൂഗിൾ ചെയ്തു. ഞാൻ നമ്പർ വേണമെങ്കിൽ ഡയറക്റ്റ് ഓണറിന്റെ നമ്പർ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ പ്രിവിലേജ് ആണ് നമുക്ക്. കുറച്ചുകൂടെ ഇവ മേടിക്കും, പിന്നെ കുറച്ച് നമുക്ക് മുതലാക്കാം. ഇതൊക്കെയാണ് അവരുടെ മനസ്സിലായി. അവരെല്ലാ ഭാഷയും എല്ലാം. തമിഴാണ് കുറച്ച് കൂടുതൽ. നമ്മൾ തമിഴും ഹിന്ദിയുമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. തമിഴ് സംസാരിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ഹിന്ദി സംസാരിച്ചാൽ മതി. ഹിന്ദിയിൽ ഇപ്പൊ നമുക്ക് ഹിന്ദി അറിയാത്ത ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പണിക്കാർ മുഴുവനും ബംഗാളികളാണ്. എല്ലാം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ഞാൻ ഒരു ദിവസം കണ്ട് ദയനീയ അവസ്ഥ തോന്നി. അതായത് ഒരു കർഷകൻ ബംഗാളിയുടെ അടുത്ത് ചാണകം എടുത്ത് പ്ലോട്ടിലേക്ക് ഇടാൻ വേണ്ടി പറയാണ്. ചാണകം അവിടെ ഇല്ല, പശു മാത്രമേ അവിടെ ഇട്ടുള്ളൂ. ചാണകം വീടിന്റെ പുറകെയാണ്. അപ്പോ ഇയാൾക്ക് ചാണകം കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നു. ഇതെങ്ങനെ കാണിച്ചു കൊടുക്കും?
ഭയങ്കര രസമായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ നോക്കിക്കോളൂ, എനിക്ക് ഹിന്ദി അറിയാമെങ്കിലും ചുമ്മാ നോക്കി എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇയാള് ഇരിക്കുന്നു, എന്താണ് ചാണകം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ പശു ഇരിക്കും, അപ്പം വരുന്ന സാധനമുണ്ട്, അതിന് പറക്കി അവിടെ ഇടണം. എന്ത് രസമായിരുന്നു സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ, ഹൗ ഹി കമ്മ്യൂണിക്കേറ്റ്. ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെയാണ് ബംഗാളികളായിട്ട് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഹിന്ദി ഇപ്പൊ നമ്മൾ പഠിച്ചാലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലായിട്ടുണ്ട്. എന്റെ കൂടെ ഏകദേശം 8 ബംഗാളികളുണ്ട് നമ്മളെ കൃഷി ചെയ്യാനായി, ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട്. 2 മലയാളികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ബംഗാളികൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവർക്ക് നല്ലോണം കൃഷി ചെയ്യാൻ അറിയാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നേരെ ഗാർഡനിലേക്ക് ചെല്ലാം. ഇനി നിങ്ങൾ വളരെ ആലോചിച്ച് നല്ല സന്തോഷത്തോടു കൂടി. എന്റെ സബ്ജക്ട് ഹിന്ദി, അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഹിന്ദി സംസാരിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. ഏതാ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യണേ മുന്നേ ഞാൻ കോളേജിൽ പഠിപ്പിക്കണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞു? ചാണകം എങ്ങനെയാണ് കൊടുക്കുന്നത്? ചാണകം ഇടാനായിട്ട് എങ്ങനെ പറയാം? गोबर डालना है वहाँ. ഓക്കെ, ഗോബർ ഡാൽന, ഗോബർ എന്ന ചാണകം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഗാർഡനിലേക്ക് ചെല്ലും. മനസ്സിന് നല്ല ഒരു പൂന്തോട്ടം മനസ്സിലാവില്ല, നല്ലൊരു പൂന്തോട്ടം മനസ്സിലാവില്ല. അതിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു നടപടിയാണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത്. മനസ്സിലൊരു പൂന്തോട്ടം വരട്ടെ, ആലോചിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഒക്കെ വൃന്ദാവൻ ഗാർഡനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം മറ്റേ വിജയും നയൻതാരയൊക്കെ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും മനസ്സിൽ നല്ലൊരു ഗാർഡൻ ആകും, നല്ലൊരു ഗാർഡൻ. ആ ഗാർഡൻ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു ഗാർഡൻ ആണെന്ന് മനസ്സിലാകും. ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കണ്ട് എങ്ങനെ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഗാർഡനെ പഠിപ്പിച്ചത്. സോ ടിക്കറ്റ് എടുക്കുന്നു, നമ്മുടെ അകത്തോട്ട് കയറുന്നു. കയറാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റില് ടിക്കറ്റ് അവിടെ നിൽക്കുന്ന കൗണ്ടറിലുള്ള ആള് കയറി തരുന്നു. അതിനുശേഷം നമ്മൾ അകത്തോട്ട് കയറാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ ഗാർഡന്റെ ഘടകത്തിലേക്ക് കയറും. നമ്മുടെ വെൽക്കം ചെയ്യുന്നു. എന്തായിരിക്കും സാധാരണ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു ഗാർഡനകത്ത്? സ്റ്റാച്യു അല്ല, നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമ്മുടെ കവാടത്തിലേക്ക് കാണാം അല്ലെ? കവാടം വേണം. ഒരു ഗാർഡനിൽ എന്തായിരുന്നാലും വലിയൊരു പബ്ലിക് ഗാർഡൻ ആണെങ്കിലും ഡോർ അല്ലെ? വീടാണെങ്കിലും ബംഗ്ലാവാണെങ്കിലും ഡോർ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ഗാർഡനിലേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ കമ്പോണന്റ്, ഞാനത് രണ്ടാമത് ഓരോന്നൊക്കെ പിക്ചറിൽ കാണാം. ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ച്, കമാനം അല്ലെങ്കിൽ ആർച്ച്. ഇതാണ് ആദ്യത്തെ ഗാർഡനിലെ ഘടകം. ഇപ്പൊ ഗാർഡൻ എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കമ്പോണന്റ് ഇത് പഠിപ്പിച്ചതിന് ശേഷം വീട്ടിൽ പോയിട്ട് അയാൾ പറയുകയാണെങ്കിൽ ഗാർഡൻ ചെയ്യണം, എന്നെ ആദ്യം പഠിപ്പിച്ചിരിക്കുന്ന കമാനമാണ്, ഞാൻ കമാനം ചെയ്തതാണ് എന്ന് വാശിപ്പിക്കരുത്. ഇത് നമ്മളൊരു പബ്ലിക് ഗാർഡനിലെ ഒരു കമ്പോണന്റ് ആണെന്ന് മാത്രം കാണുക. ഇത് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ആദ്യം കമാനം കാണും. കമാനം നിങ്ങളുടെ മനസ്സിൽ എന്താ, എങ്ങനെയാ കാണുക എന്ന് പറഞ്ഞു. മനസ്സിലൊരു ഗാർഡൻ നേരത്തെ ആലോചിക്കാൻ പറഞ്ഞു. വെരി ഗുഡ്, ആർച്ചിൽ വയലറ്റ്. ഇനി ഞാൻ ആർച്ചിനെ കുറിച്ച് ചോദിക്കാം. ആർച്ചിന് എത്ര ഹൈറ്റ്? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ബീങ് എ ടെക്നിക്കൽ പേഴ്സൺ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആർച്ചാണ്. അപ്പൊ ആർച്ചിന്റെ ഹൈറ്റ് എത്രയായി? നിങ്ങൾ കണ്ട ഹൈറ്റ് 7 അടി 8 അടി 8 അടി. നമ്മൾ അതൊക്കെ വാഹനമൊന്നും കയറ്റില്ല, നമ്മൾ ആൾക്കാർ മാത്രമല്ല ഗാർഡനിലേക്ക് 8 അടി ഹൈറ്റ്. സോ നമ്മൾ ആദ്യം അടുത്തടിക്ക് വരും, കുറച്ചുകൂടെ ഹൈറ്റ് വേണം. ഓക്കെ, ഏതാ കൈ എത്തരുത് എക്സാക്ട്. അപ്പൊ എത്ര ഹൈറ്റ് വേണം മാക്സിമം? ഒരു 10 ഫീറ്റ് എങ്കിലും മിനിമം നമ്മൾ ഹൈറ്റ് കൊടുക്കാൻ സാധിക്കണം ഒരു ആർച്ച്. അതിൽ താഴെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പല പർപ്പസ് നമുക്ക് നടക്കും. 10 അടിയെങ്കിലും ഹൈറ്റ്. ചെറിയ ഗേറ്റ് ഉള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ചെറിയ ഗേറ്റ് ആണ് ഉള്ള ഒരു എവിടെ? എക്സാക്ട് ജയിലിലെ ഗേറ്റ് എന്ന് പറഞ്ഞ ചെറിയ ഗേറ്റ്. അതിന്റെ സൈക്കോളജി എന്താ? കുനിഞ്ഞേ കയറാവൂ. നീ ഒരു പ്രശ്നമാണ്, നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത ആൾ നെഞ്ചു വിരിച്ച് കയറി വരരുത് ജയിലിലോട്ട്. ബൗഡൗൺ, ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു നിയമമാണ്. ഏതാ? ശ്രീകോവിൽ നമ്മുടെ ആദരവിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവൻ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആദ്യം. അപ്പൊ ഒരു അടിയുണ്ട്. അടിയുടെ പേരെന്താ? ഇപ്പൊ അതില്ല. ഞാൻ 7 വർഷം ജയിലിലായിരുന്നു.
അതുകൊണ്ടത് പറയാൻ കാര്യം. ഞാൻ 7 വർഷം കൃഷി ഓഫീസറായിരുന്നു ജയിലിൽ. അപ്പോൾ അവിടെ ഒരു ട്രിവാൻഡ്രത്ത് ജയിലുണ്ട്, തുറന്ന ജയിൽ എന്ന് ജയിലുണ്ട്. തുറന്ന ജയിലുണ്ട്. ആ തുറന്ന ജയിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലപ്പോൾ അല്ല കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ തുറന്ന ജയിൽ എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ കമാനവുമില്ല, ഈ പറഞ്ഞ നടപടി ഞാൻ കൊടുക്കാനായിട്ട് പറഞ്ഞു, കണ്ടിട്ടില്ല. ചിലവരെ നമ്മൾ ഇവിടുന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് ചെയ്യും, ഭയങ്കര ഒരു നിവൃത്തിയില്ലാത്ത ന്യൂസൻസ് ആയിരിക്കും. അപ്പൊ ഇവരെ സെൻട്രൽ ജയിലോട്ട് മാറ്റും. സെൻട്രൽ ജയിലിൽ മാത്രമേ നടപടിയുള്ളൂ, മറ്റുള്ള ചെറിയ ചെറിയ ജയിൽ. അപ്പൊ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയും, ആ വരുന്നവർക്ക് കുരുത്തം കെട്ടവനാണ്, ഒന്ന് കൊടുത്ത് കയറ്റണേന്ന് പറയും. അപ്പൊ അവ കൊടുത്ത് കയറ്റിക്കൊള്ളാം. അത് ഇപ്പൊ പാടില്ല, നടപടിയൊന്നും ഒട്ടും പാടില്ലാത്ത കാര്യം. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ഡൂയിങ്. അതൊരു റൂട്ടീനായിട്ട് ആരെയും കംപ്ലൈന്റ് പറയത്തില്ല. അപ്പം ആ തുറന്ന ജയിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമാനവും ഇല്ല, ചുറ്റുമതിലും ഇല്ല, ഇത് ഓപ്പൺ. ഏകദേശം 680 ഹെക്ടറോളം ഓപ്പൺ ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ജയിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെയ്യാർ ഡാമിന്റെ, എപ്പോഴെങ്കിലും നെയ്യാർ ഡാമിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിനടുത്താണ് തുറന്ന ജയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം. ഞാനുള്ള സമയത്ത് എല്ലാവരും വരുമായിരുന്നു. എന്നുവെച്ചാൽ ആ സമയത്ത് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോഴും പിന്നെ DGP ഒക്കെ മാറിയപ്പോഴത്തേക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻ. അപ്പോൾ ഞാനുള്ള സമയത്ത് ഒരു റെസ്ട്രിക്ഷൻ, എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി, ഞാൻ അകത്തോട്ട് കയറ്റി വിടുമായിരുന്നു എല്ലാവരും. അങ്ങനെ ഏകദേശം ഒരു തുറന്ന ജയിലിൽ അവിടെ ആരും ഇതൊരു പ്രചോദനമായിട്ട് കാണരുത് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പൊ മൊത്തത്തില് പ്രചോദനമായിട്ടിരിക്കുക. ആരൊക്കെ ഒന്നും ജയിലിൽ പോയത് ജോലി തന്നെ അല്ലെ, നമ്മളല്ല ചെലവഴിഞ്ഞില്ല നമ്മളാണ്. പ്രചോദനം അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തുറന്ന ജയിലിലേക്ക് വരണമെങ്കിൽ കൊലയാളിയായി മതി, ഇതൊക്കെ ചെയ്തിട്ട് പോവാല മർഡർ. അപ്പം അങ്ങനെയുള്ള ഒരു മാതൃക. അതായത് തുറന്ന ജയിലിൽ നിന്ന് മോഷ്ടിക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട്. ഒരു മോഷ്ടാവിനെ കൊണ്ടുവരാണെങ്കിൽ അവൻ അത് തന്നെ ആയിരിക്കും പണിയാക്കാൻ. അപ്പൊ അതുകൊണ്ട് കൊലയാളി ആകുമ്പോഴത്തേക്ക് അവനൊരു ഇന്റൻഷൻ കൊല ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് എന്തായാലും ഉണ്ടാവില്ല. കോഴിയും ആടൊക്കെ ഉണ്ട്, അത് അവൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സന്തോഷം കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം അത് ആദ്യത്തെ ഒരു ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, അവൻ ഇന്റൻഷനായിട്ട് കൊല്ലുന്ന ആളായിരുന്നു. അതായത് ഒരു ബോൺ ക്രിമിനലാണ്, അവൻ കൊല്ലുന്നത് ഒരു അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കില്ല. സാഹചര്യത്തിൽ കൊന്നു. അവിടെ ഉള്ള ഒത്തിരിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. 7 വർഷം ഞാൻ ആ ജയിലിലായിരുന്നുണ്ട്. ഒത്തിരിയുടെ കഥ കേൾക്കുമ്പോഴത്തേക്ക് അവർ പറയും, എൻ്റെ മോളെ ഒരാൾ പിടിക്കാൻ വന്നു, അവിടെ ഇരുന്നൊരു സാധനം എടുത്ത് ഞാൻ അടിച്ചു, മരിച്ചുപോയി. അതൊക്കെ ഒരു ആക്സിഡന്റലി ഹാപ്പൻ, ബട്ട് അവൻ മർഡറായിപ്പോയി. അപ്പോൾ അവർ തോന്നുന്നു. പിന്നെ ഈ ഏറ്റവും കൂടുതൽ 90%, അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും പറയുന്നത് 90% മദ്യത്തിന്റെ ഒരു ലഹരിയിലാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫാക്ടറാണ് ആ സാധനം. ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിലെ പയ്യൻ, അവനവിടെ കൊലയാളിയായിട്ട് വന്നിട്ടുണ്ട്. അവനാണ് നല്ല കമ്പ്യൂട്ടർ എക്സ്പെർട്ട്. അവൻ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 പേര് ചേർന്ന് വെള്ളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരോ ഒരു എന്തോ പറഞ്ഞു, പിന്നെ ഇഷ്ടമില്ലാത്ത സ്ഥലം ഇവൻ അങ്ങനെ പിടിച്ചതാണ്. തള്ളിയപ്പോൾ അവൻ വീണത് തലയിടിച്ച് പാറയിടിച്ചാണ്. ഒപ്പത്തിന് ഓൺ ദ സ്പോട്ട് മരിച്ചു. ഇവനങ്ങ് കൊലയാളിയാകുകയും ചെയ്ത് ഇതിനകത്ത് വരികയും ചെയ്തു. ഇത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു പയ്യനാണ്. ഇപ്പോഴും അവനെ വിളിക്കാറുണ്ട്. പുറത്ത് പോയതിനു ശേഷം അവൻ റിലീസായിട്ട് ഗൾഫിലാണ്. അവനെ വിളിക്കാറുണ്ട്, റോയ് എന്ന പേര്. അപ്പൊ ഇങ്ങനെയുള്ള മദ്യം ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം എപ്പോഴും നമ്മളത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ആ ഒരു ബോധത്തിന്റെ ഒരു ലെവലിൽ വിടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അങ്ങനെയുള്ളതാണ് 90% അവിടുത്തെ മർഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ അടുത്ത ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെൻട്രൽ ജയിലിൽ ആദ്യം കൊണ്ടുവരുമ്പോൾ സെൻട്രൽ ജയിലിലൊക്കെ ആയിരിക്കും. ആ ജയിലിൽ നല്ല സ്വഭാവമുള്ള ആൾക്കാർ, സെൻട്രൽ ജയിലിൽ നമ്മളനുസരിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്, അവരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഫുഡ് എന്ന് പറയുന്നത് നല്ല ഗംഭീര, പ്രചോദനം ആകരുതെന്ന് പറയുന്നത് കൊണ്ടാണ് ഗംഭീര ഫുഡാണ്. അവിടെ എല്ലാ വെനസ്ഡേയും എല്ലാ ബുധനാഴ്ചയും നമുക്ക് അവർക്ക് നെയ്മീൻ കൊടുക്കുന്നതാണ്. നെയ്മീൻ വെച്ചുള്ള ഭക്ഷണം. നെയ്മീൻ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ല ഫിഷ് ആയിരിക്കും, മാർക്കറ്റിലെ ഏറ്റവും നല്ല ഫിഷ്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ചിക്കനാണ്, ചിക്കൻ കറിയാണ് എല്ലാ ശനിയാഴ്ചയും. ബാക്കിയുള്ള ദിവസങ്ങളിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൃഷി മാത്രമാണ്. അതിനാണ് കൃഷി ഓഫീസറുള്ളത്. അപ്പൊ ഏകദേശം ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഏകദേശം 680 എനിക്ക് തോന്നുന്നു 520ഓളം ഹെക്ടർ നമ്മൾ ചെയ്തു, കൃഷി ചെയ്തു. മൊത്തം റബ്ബർ, വാഴ, പച്ചക്കറി, നെല്ല്, കോഴി, പശു, ആട്, മുയല്, താറാവ്, ഇനിയൊന്നുമില്ല. ശ്രീനിവാസൻ അറിഞ്ഞെങ്കിൽ ഇതൊരു സിനിമയാക്കിയേനെ. ഏതാ ശ്രീനിവാസൻ അറിഞ്ഞെങ്കിൽ ഇതൊരു സിനിമയാക്കായിരുന്നു അല്ലേ? ഒരു ഗംഭീര ഇതൊക്കെ പുതിയ വേറൊരു ലോകമാണ്. ആ ലോകത്തിനകത്ത് നമുക്ക്
ഒരേ ഒരു ഇതേ ഉള്ളൂ, നമുക്കവിടെ കൃഷി ചെയ്യിപ്പിക്കാൻ പറ്റും. ബിക്കോസ് അവർക്കൊരു അനുസരണയുണ്ട്. നമ്മളെ പുറത്തു പോയി കർഷകനടുത്ത് നീതി ചെയ്യണമെന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ ചെയ്യണമെന്നില്ല. കാരണം വെച്ചാൽ അവൻ്റെ അറിവ് ഒരിക്കലും നമ്മുടെ അറിവ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും എടുക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി ഞാനിരിക്കുന്ന സമയത്താണ് തുടങ്ങി. നമുക്ക് 2 രൂപയ്ക്ക് ചപ്പാത്തി കിട്ടുന്നുണ്ട്. ആ സമയത്താണ് തുടങ്ങിയത് ഞാനിരിക്കുന്ന സമയത്ത്. അപ്പൊ ചപ്പാത്തി തുടങ്ങിയ സമയത്ത് നമ്മുടെ DGP അലക്സാണ്ടർ സാർ, എല്ലാവർക്കും അറിയാമല്ലോ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ, അദ്ദേഹത്തിന്റെ കൂടെ 3 വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, സുരേഷ് ചപ്പാത്തി കൊണ്ട് വിൽക്കുന്നുണ്ട്, പക്ഷെ ചപ്പാത്തി കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കറി വെക്കും, അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എങ്ങനെയാണെങ്കിൽ സാറ് വെജിറ്റബിൾ കറി വല്ലതും വെച്ച് നമുക്ക് ചെയ്യാം. അത് പാടില്ല, എല്ലാവരും കോഴിക്കറിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ, ഞാൻ കൃഷി ഓഫീസറാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? നീ ഒരു കാര്യം ചെയ്യും, ഒരു കോഴി ഫാം അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ ABCD അറിഞ്ഞതായിരിക്കും. ഞാൻ സാറേ, ഞാൻ കൃഷി ഓഫീസറാണ്, വെറ്റിനറി അല്ല, ഞാൻ കോഴിയെക്കുറിച്ച് കഴിക്കുന്നതല്ലാതെ പിടിക്കുന്നതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല ഈ സാധനം. അല്ലല്ല, പഠിച്ചത്. അങ്ങനെ എന്നെ കൊണ്ട് പുള്ളി പഠിപ്പിച്ച് ഏകദേശം 6000 കോഴിയുടെ ഒരു ഫാം തുടങ്ങി. 1000 വെച്ച് 6 കോഴി ഫാം. അതിനകത്ത് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അത് 2017 സമയത്തായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഴി ഏകദേശം 150ഓളം പശു, ഏകദേശം 25ഓളം എരുമ, അതുപോലെ തന്നെ ആട്, ഏകദേശം 300ഓളം ആടുകൾ. ഇതൊക്കെയാണ് വലിയൊരു ഫാം. ഏറ്റവും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫാം. അവിടെയാണ് ഈ പറഞ്ഞ കമാനത്തിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഇത് വന്നത്. നടയടിയിലോട്ട് പോയപ്പോഴാണ് നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് വന്നത്. അപ്പോൾ കമാനമാണ് ആദ്യത്തെ സ്ട്രക്ചർ. ഇനി കമാന എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ആദ്യം പറഞ്ഞു, കമാനത്തിൻ്റെ എന്തായിരിക്കും ഈ ഫ്രെയിം? എന്ത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കണം? ഇരുമ്പ് വെച്ചുണ്ടാക്കാം, കല്ല് വെച്ചുണ്ടാക്കാം, കോൺക്രീറ്റ് വെച്ചുണ്ടാക്കാം. ഏതാണ് ആ പരിസരത്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ളത് അത് യൂസ് ചെയ്യും. ക്ലൈമറ്റും കൂടെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ കല്ല് വെച്ചാൽ ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്, നല്ല വെയിലും അതുപോലെ തന്നെ നല്ല തണുപ്പും വരും, മഞ്ഞും. അപ്പൊ അവിടെ നമുക്ക് ഇരുമ്പൊന്നും വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഓരോ കണ്ടീഷൻ തടിയൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടും പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചും അതുപോലെ വിഭവങ്ങൾ നോക്കിയിട്ട് പോസ്റ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യും. അങ്ങനെ ഏകദേശം 10 അടി സെൻട്രലിന്റെ ഹൈറ്റ് വേണം. നമ്മുടെയൊക്കെ മനസ്സിലൊരു കുസൃതിയുണ്ട്. ആർച്ചിന്റെ താഴെ വന്നിട്ട് ഒരു ചാട്ടം മുകളിലോട്ട് ചാടി തെങ്ങുന്നൊരു സൗണ്ട് കേട്ടണേ തല ഇടിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആർച്ചിന്റെ ഹൈറ്റ് കുറവാണ്. അതുകൊണ്ടാണ് 10 അടിയെങ്കിലും നമ്മൾ വെക്കാൻ. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, മേസനെ വെച്ചിട്ടോ കാർപ്പൻറ്റർ വെച്ചിട്ടോ നമ്മളത് ചെയ്യുന്നു. ആ ചെയ്യുന്ന സാധനം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജോലി എന്താണ്? അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുക. ഇപ്പൊ ഏത് ചെടിയാണ് ഉപയോഗിക്കേണ്ടത്? ക്ലൈംബർ. എക്സാക്ട്. ഇതാണ് നമ്മുടെ ഓരോ ചെടി. അപ്പൊ നമ്മൾ ക്ലൈംബർ യൂസ് ചെയ്യും. ആ ക്ലൈംബർ നമ്മൾ ഈ 2 സ്ഥലത്തും ഏകദേശം ഒരു 1/2 അടിയോളം താഴ്ചയിൽ റഞ്ചസ് എടുത്തിട്ട് ഒരു ചാലെടുത്തിട്ട് ചാണകവും അതുപോലെ തന്നെ പൂക്കുന്ന ചെടികളാണെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് അതിനകത്ത് നമ്മൾ മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ നടുക. നടുന്നത് എങ്ങനെയാണ് നടേണ്ടത്? ഇങ്ങനെ നടന്നു. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തായിരിക്കും നമ്മൾ ട്രെഞ്ചസ് എടുക്കുന്നത്. ഈ ട്രെഞ്ചസിലേക്ക് ഇങ്ങനെ നടണം. ചെടികൾ ഇതാണ് ചാലെങ്കിൽ ഇങ്ങനെ നടണം. ത്രികോണാകൃതി ചെടി. എന്തിനാ ത്രികോണാകൃതി ചെടി നടുന്നത്? ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ എണ്ണം നമുക്ക് കൂട്ടാനാണ്. നമുക്ക് ഒറ്റ റോ ആയിട്ടാണെങ്കിൽ 3 ചെടി നിൽക്കും, ഇവിടെ 6 ചെടി. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ഇതിനകത്തുണ്ട്. ഏത് ചെടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കി. ചെടികളാണ് നിർത്തേണ്ട, ക്ലൈംബറാണ്. അപ്പോൾ ഏത് ക്ലൈംബർ യൂസ് ചെയ്യും? കാറ്റ്ലോ ക്ലൈംബർ യൂസ് ചെയ്യും. അതായത് മഞ്ഞ പൂ വരുന്ന കാറ്റ്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ പൂവായിട്ട് ഇപ്പൊ എല്ലായിടത്തും കാണാം. ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ചെറിയ മഞ്ഞ പൂ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ഗോൾഡൻ കാസ്കേഡ് ഉപയോഗിക്കാം. എക്സാക്ട്. പിന്നെ മണി പ്ലാന്റ് ഉപയോഗിക്കാം. ബൊഗൈൻവില്ല യൂസ് ചെയ്യാം. മുല്ല യൂസ് ചെയ്യാൻ പറ്റും പബ്ലിക് ഗാർഡനിൽ. ശംഖുപുഷ്പം. ഏതാ? അതാണ് ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്നത്. തപ്പകണ്ടി. ഇനിയിപ്പോ യൂസ് ചെയ്യാൻ പറ്റാത്ത പബ്ലിക് ഗാർഡനിലുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും യൂട്ടിലിറ്റി ഉള്ള ഉപയോഗമുള്ള ചെടികൾ ഉപയോഗിക്കാൻ.
അല്ല, നമ്മളെ കുടുംബശ്രീയുടെ ആൾക്കാർ, ഞാൻ ആരും കുറ്റം പറയുന്ന തമാശ പറയുന്നതാണ്, കുടുംബശ്രീയുടെ ആൾക്കാർ മുഴുവനും കൂടെ ഗാർഡൻ കാണാൻ വരാറില്ലേ. ഇവര് മാർച്ചിൽ കയറിയപ്പോഴത്തേക്കാണ് മുഴുവൻ ഇങ്ങനെ മുല്ലപ്പൂ. എന്താ സംഭവിക്കാൻ ശേഷം അവർ കഴിയുമ്പോഴത്തേക്ക് മുല്ലപ്പൂ ഉണ്ടാവില്ല. എത്താത്ത സ്ഥലത്ത് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാവും. എത്ര എഴുതി വെച്ചിട്ട് കാര്യം, അവരുടെ തലയിലൊക്കെ മുല്ലപ്പൂ. ദിസ് ഇസ് എ ഹ്യൂമൻ ഹാബിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ആർച്ചിൽ ഉപയോഗിക്കാതിരിക്കുക. ദിസ് ഇസ് ഓൺലി നമ്മുടെ നിയമത്തിൽ വരുന്നത്. ആർച്ചിൽ ഉപയോഗമുള്ള ചെടികൾ, പൂക്കളുടെ ഉപയോഗമുള്ള ചെടികൾ വെക്കാതിരിക്കുക. ബൊഗൈൻവില്ല വെക്കാം, അത് പറിച്ച് തലയിലെല്ലാം വെക്കണമെങ്കിൽ എന്തോ വിശകൊണ്ട് മാത്രം. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചെടികൾ വെക്കാം. ഏറ്റവും ഹാർഡായിട്ടുള്ള ചെടികൾ വെക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ബൊഗൈൻവില്ല പോലുള്ള ചെടികൾ നമ്മൾ വെക്കുന്നത്. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ലവണ്ണം അത് വളരും. ആദ്യത്തെ കുറച്ച് സമയം മാത്രം നമ്മൾ കെയർ ചെയ്യുക, അതിനുശേഷം കയറിപ്പിക്കുക. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലത്തും ബൊഗൈൻവില്ല പോലത്തെ ചെടികളും കാറ്റ്ലോ പോലത്തെ ചെടികളും. ഓക്കെ, അപ്പൊ ആർച്ച് കണ്ടു. ആർച്ചിനെ നമ്മൾ ഗംഭീരമാക്കി ഭംഗിയാക്കി. അപ്പൊ നിങ്ങൾ കണ്ട ആർച്ച് എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് പൂവാണ് ഇവിടെ പറഞ്ഞല്ല? വയലറ്റ് പൂവാണ് അല്ലേ? വയലറ്റ്. സോ വയലറ്റ് ബൊഗൈൻവില്ല വെക്കാം അല്ലേ? ബൊഗൈൻവില്ല വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ബൊഗൈൻവില്ല ഏതാ? എന്താണ് പക്ഷെ കയറി പോയി താഴോട്ട്. ഓക്കെ, മനസ്സിലോട്ട് കിട്ടുന്നില്ല, പേര് കിട്ടുന്നില്ല. സോ ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്നു. ആദ്യം ചേട്ടൻ പറഞ്ഞതുപോലെ ബൊഗൈൻവില്ല നല്ല മജൻ്റെയുടെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി ചെല്ലും. ഫ്രണ്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആർച്ചിൽ കൂടെ മാത്രമേ നമ്മൾ കയറാവൂ എന്നൊരിടത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ആർച്ചിൽ കൂടെ മാത്രമേ നമ്മൾ കയറത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഗേറ്റിൽ കൂടെ കടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്ത് മതിൽ കെട്ടണം. ദ സെയിം വേ നമ്മുടെ ആർച്ചിന് ചുറ്റും നമ്മൾ ചെടികൾ കൊണ്ട് ഒരു മതിൽ പോലെ റെഡിയാക്കി എടുക്കും. എല്ലാമെങ്കിലും എല്ലാവരും ആർച്ചിൽ ആരും കയറും. ഇതുവഴി നമ്മൾ നിങ്ങളുടെ ഗാർഡനിലേക്ക്, മനസ്സിലുള്ള ഗാർഡനിലേക്ക് ചുറ്റും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നിലേക്ക് ചെടികൾ വെട്ടി നിർത്തി. സോ രണ്ടാമത്തെ കമ്പോണന്റെ പേര് ഹെഡ്ജസ്. ഇതാണ് നമ്മൾ പറയുന്നത് ഹെഡ്ജസ് എന്ന് പറയുന്നത്. Hedges act as a boundary of the garden. This is called hedges. ഏകദേശം 3 അടി ഹൈറ്റില് അല്ലെങ്കിൽ 2-2.5 അടി ഹൈറ്റില് ചെടികളെ വെട്ടി നിർത്തുക. അതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ഹെഡ്ജസ് ആക്ട് ആസ് എ ബൗണ്ടറി ഓഫ് ദ ഗാർഡൻ. ആ ബൗണ്ടറിക്കകത്ത് ചെടികളെ നമ്മൾ ഒരു ബോക്സ് പോലെയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വെട്ടി നിർത്തുക. അപ്പൊ ഏത് ഗണത്തിലുള്ള ചെടികൾ ഉപയോഗിക്കണം? അപ്പൊ നമ്മുടെ ഷ്രബ്സ്, അതാണ് രണ്ടാമത്തെ നമ്മുടെ ഹെർബ്സും ഷ്രബ്സും പറഞ്ഞ ആ ഷ്രബ്സിന്റെ ഉപയോഗം. ഷ്രബ് ആക്ട് ആസ് എ ബൗണ്ടറി. അപ്പൊ നമ്മൾ ചെടികൾ ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1-1.5 അടി വീതിയിൽ 1-1.5 അടി വീതിയിൽ നമ്മൾ ഇങ്ങനെ എവിടേക്കാണോ ബൗണ്ടറീസ് വരുന്നത് അവിടെ നമ്മൾ കുഴിയെടുക്കുക. ഏകദേശം ഒരു 1/2 അടി 3/2 അടി താഴ്ചയിൽ കുഴിയെടുക്കുക. ചാണകവും ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിൽ കടലപ്പിണ്ണാക്കും കൂടെ ചേർത്തുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ കടലപ്പിണ്ണാക്കം? ഇപ്പോൾ ഫ്ലവറിംഗ് ഏറ്റവും നല്ലത് കടലപ്പിണ്ണാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലവറിംഗ് പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് കടലപ്പിണ്ണാക്കും ഈ പറയുന്ന ഉണക്കച്ചാണകം പോയി ഉണക്കച്ചാണകം പച്ചച്ചാണകം എന്നൊന്നും പാടില്ല. അതിനെ പോയി എന്തുകൊണ്ടാണ് കീടങ്ങൾ വരുന്നു, വേര് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു, വളർച്ച വളർച്ച കിട്ടാനാണ്. അതിന് പച്ചച്ചാണകം എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഉണക്കച്ചാണകം പറയാൻ പറ്റില്ല. മണ്ണിൽ എയറേഷൻ കിട്ടുന്നു, പുഴുക്കൾ വരുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ റീസൺ. മെയിൻ റീസൺ ഇത് മാത്രമേ ഉള്ളൂ. ചെടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിച്ചെടുക്കണമെങ്കിൽ ഉണക്കച്ചാണകം കൊടുക്കും. പച്ചച്ചാണകം കൊടുത്തതിന് സമയമെടുക്കും ചെടികൾക്ക് വലിച്ചെടുക്കും. ബിക്കോസ് പച്ചച്ചാണകത്തിനകത്ത് ഒരു ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതായിരിക്കും ആദ്യം അതിനെ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു റേഷ്യോയില് കാർബൺ നൈട്രജൻ വരുമ്പോഴത്തേക്ക് ചെടികൾക്ക് ഇത് ലഭ്യമാകും. അത് ലഭ്യമാകുന്ന സമയം ഉണക്കച്ചാണകം. ഉണക്കച്ചാണ സമയത്താണെങ്കിൽ അതിനകത്ത് മൈക്രോ ഓർഗാനിസം ആക്ട് ചെയ്യത്തില്ല. അത് ഡയറക്റ്റ് ആയിട്ട് ചെടിക്ക് വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഉണക്കച്ചാണകം. ഈ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വേരിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ എയറേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ കീടങ്ങൾ ധാരാളം വരുന്നു. ഇതെല്ലാം അതിന്റെ ഒരു അഡീഷണൽ മെയിൻ പോയിന്റ് ഈസ് എളുപ്പത്തിൽ. ഇത് തന്നെയാണ് കൃഷിയിൽ നമ്മൾ ഉണക്കച്ചാണകം എല്ലായിടത്തും പറയുന്നത്, പച്ചച്ചാണകളായിട്ട് പറയുന്നത്. പച്ചച്ചാണകം കലക്കി ഒഴിക്കാനാണ് പറയുന്നത്. കലക്കി ഒഴിക്കുന്ന കാര്യം എന്താ? ഈ പറഞ്ഞ എയറേഷനും അതുപോലെ തന്നെ വേഗത്തിൽ ചെടി വലിച്ചെടുക്കാനാണ്.
ചെടികൾ നശിപ്പിക്കും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ചാണകത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം പോലെ അല്ലേ, പശു കഴിക്കുന്ന എന്ത് ഭക്ഷണമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയണമെങ്കിൽ നമ്മുടെ ഈ ഡയറി ഫാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ചാണകം അല്ലെങ്കിൽ ഒഴുകി പോകും ചാണകം, ആ ചാണകം നമ്മൾ മൂക്കടച്ചിട്ടാണ് ഇറക്കുന്നത്. അതിനകത്ത് എന്താണ് അതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്? അതിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള മെയിനായിട്ട് പശുവിന് കൊടുക്കുന്നത് പുല്ലല്ല, കൊടുക്കുന്ന മുഴുവനും കാലിത്തീറ്റയാണ്. അപ്പൊ കാലിത്തീറ്റയെ ദഹിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസം ആയിരിക്കും ഈ ചാണകത്തിൽ പുറത്തു വരുന്നത്. അപ്പൊ ഈ ചാണകം കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ആ മൈക്രോ ഓർഗാനിസം എണീറ്റ് നോക്കും മറ്റേ കാലിത്തീറ്റ ഉണ്ടോ, അതിന് മറ്റുള്ള ജൈവവസ്തുക്കളൊന്നും കഴിക്കാനുള്ള ശേഷി. ആ രീതിയിൽ ചാണകം നമ്മൾ ഒരിക്കലും ഡയറി ഫാമിൽ നിന്ന് ഇറക്കാനുള്ള ശ്രമം നടത്തും. അത് കൊള്ളാം, എന്തായിട്ട് പ്രവർത്തിക്കും? സ്പോഞ്ച് പോലെ പ്രവർത്തിക്കും. നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് എന്ന് പറയുന്നത് പോലെ ഈ സാധനം സ്പോഞ്ച് പോലെ പ്രവർത്തിക്കും. അല്ലാതെ ഗുണമൊന്നുമില്ല, വളരെ കുറച്ച് ഗുണങ്ങൾ. പക്ഷേ നാടൻ പശു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിനൊരു അഡ്വാൻറ്റേജ് ഇല്ല. പാൽ തരുന്ന പശുവല്ല, മുദ്രാവാക്യം മീൻസ് ചാണകം തരുന്ന പശു. അതിന് കൊടുക്കുന്നത് 2 കിലോ മറ്റേ പുല്ലായിരിക്കും കൊടുക്കുന്നത്. അതിൽ നിന്ന് വയറ്റിൽ നിന്ന് വരുന്നതെല്ലാം പുല്ലിനെ ദഹിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസമാണ്. അത് വൺസ് നമ്മുടെ പ്ലോട്ടിൽ ഇടുകയാണെങ്കിൽ അത് ഓടി നടന്ന് നമ്മുടെ ഓർഗാനിക് വസ്തുക്കളെല്ലാം കഴിയും. അതുകൊണ്ടാണ് 10 കിലോ നാടൻ പശുവിന്റെ ചാണകം ഈക്വൽ ടു 100 കിലോ ഡയറി ഫാം. എത്ര ക്വാണ്ടിറ്റി കുറച്ച് മതി. കോഴി അങ്ങനെ തന്നെയാണ്. പിന്നെ നല്ലതാണ്. കോഴിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. കോഴി ഫാമിൽ എന്നെ പഠിക്കാൻ വിട്ടപ്പോണ്ടായ അനുഭവം ഞാൻ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് പറയാം. എന്നോട് സാർ വന്ന് കോഴി ഫാം പോയി പഠിച്ചോളാം, എന്നിട്ട് തുടങ്ങാറ്. അപ്പൊ ഞാൻ സാർ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഒരു പോലീസുകാരൻ നടത്തുന്ന ഒരു കോഴി ഫാമാണ്, ട്രിവാൻഡ്രത്തെ വില നിശ്ചയിക്കുന്നത് പോലീസുകാരുടെ കോഴി ഫാമാണ്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റാണ്, എന്റെ ഒരു ഓഫീസർ വരുന്നുണ്ട്, നീ എങ്ങനെയാണ് കോഴി ഫാം നടത്തുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഫാമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യം അതുകൊണ്ട് കോറിലേറ്റ് ചെയ്യാണ്, യോജിപ്പിക്കുകയാണ്. ചെന്നപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു, സാർ ഇവിടെ നോക്കിക്കൊണ്ട് നിന്നു, എങ്ങനെയാണ് കോഴി വളർത്തുന്നത് മനസ്സിലാവും. അപ്പം ഞാൻ അകത്തോട്ട് കയറി, ഭയങ്കര സ്മെല്ലാണ്, നല്ല അകത്തോട്ട് കയറി നിന്നു. എന്നിട്ട് കോഴിയെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞാണ്. ഞാൻ കോഴിയെ നോക്കി, കോഴിയുടെ റിയാക്ഷൻസ്, കോഴി എണീക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അപ്പിയിടുന്നു, ഇരിക്കുന്നു. ഇത് തന്നെയാണ് ആക്ടിവിറ്റി. ഏകദേശം അരമണിക്കൂർ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചത്, പോലീസുകാരുടെ കോഴിയായിട്ടാണ് എത്ര അനുസരണം, അതായത് നടക്കുന്നില്ല, ഓടുന്നില്ല സാർ. അപ്പൊ ആ പണിക്കാരൻ സാറിന് നിനക്ക് മനസ്സിലായി, കോഴി അനങ്ങാനേ പറയും. കോഴി അനങ്ങിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, കാലിന്റെ സൈസ് കുറയും. നമുക്ക് ആവശ്യം കോഴിക്കാരെന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് പറിച്ച് നിന്ന കോഴിക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് കോഴി ഓടാനേ പറയും. അപ്പൊ ഞാൻ കോഴി ഓടാതിരിക്കാൻ എന്ത് ചെയ്യണം? സാർ കുറച്ചുകൂടെ നോക്കിക്കൊണ്ടെന്ന് മനസ്സിലാവും. ഞാൻ കുറച്ചുകൂടെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒബ്സർവേഷൻ കൂടെ കിട്ടി. വെള്ളം കുടിക്കുന്നു, തലയാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അപ്പിടുന്നു, ഇരിക്കും. ഞാൻ അയാൾക്ക് ചോദിച്ചു, എന്തിനാ ഈ തലയാട്ടുന്നത്? വേറെ ഒന്നുമില്ല സാറേ, ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് റം ആഡ് ചെയ്തു. റം കിട്ടിയതിന് കുറച്ച് പക്കച്ചാര ആഡ് ചെയ്യും. കഴിക്കും, അവന് ഒരു ബോധവുമില്ല. മാക്സിമം തിന്നും, അപ്പിയുടെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും, നടന്നാൽ ആടിപ്പോകും. സോ ദിസ് ഈസ് എ വേ പോൾട്രി ഫാംസിൽ ചെയ്യും. പോൾട്രിയുടെ പ്രശ്നം എന്താ? കോഴിയുടെ പ്രശ്നം എന്താ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കാഷ്ടം, കോഴി മൂത്രം ഒഴിക്കുന്നു. എന്ത് തന്നെ കഴിച്ചാലും അത് കാഷ്ടിക്കണം. ഈ പറയുന്ന എല്ലാ കെമിക്കൽസും അതിൽപ്പെടുന്നത്. അതുകൊണ്ട് മുട്ടക്കോഴിയുടെ കാഷ്ടം മാത്രം മാക്സിമം ഉപയോഗിക്കും. പലപ്പോഴും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ വാഴയ്ക്ക് കൊണ്ട് വാട്ടക്കണക്കിന് ഈ കോഴിക്കാഷ്ടം കൊണ്ട് അടിക്കുന്നത്. ഇതെല്ലാം ഈ ഇറച്ചിക്കോഴിക്ക് ഇത് തന്നെയാണ്. ഇറച്ചിക്കോഴിക്ക് ഒന്നാമത്തെ ദിവസം ആന്റിബയോട്ടിക്സ് കൊടുക്കണം, 8ാമത്തെ ദിവസം ആന്റിബയോട്ടിക്സ് കൊടുക്കണം, 15ാമത്തെ ദിവസം ആന്റിബയോട്ടിക്സ് കൊടുക്കണം. ഈ ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുക്കാനായിട്ട് വെറ്റിനറി ഡോക്ടർ പറയുന്നത് എന്താ? കണ്ണിൽ ഒഴിച്ചു കൊടുക്കണം, കോഴിയുടെ കണ്ണിൽ. ഒരു ഫാമും അങ്ങനെ ചെയ്യില്ല. 6000 കോഴിയുടെ കണ്ണിലൊഴിക്കാൻ ആലോചിച്ച് നോക്കി എത്ര ദിവസം പിടിക്കും? 15 ദിവസം കഴിയുമ്പോഴത്തേ അപ്പോ. അപ്പൊ അവ എന്ത് ചെയ്യും? വെള്ളത്തിൽ കറിയും. എല്ലാം ആന്റിബയോട്ടിക്സ് വരുന്നത് കാണില്ല. അപ്പൊ അതുകൊണ്ട് കോഴിക്കാഷ്ടം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. അപ്പൊ അത് എപ്പോഴും കോഴിക്കാഷ്ടത്തിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ വേണം കാണാനായിട്ട്. അപ്പൊ ചാണകം, ഉണക്ക ചാണകമാണ് നല്ലത്. അപ്പോൾ ഉണക്ക ചാണകം ഇടുക. പൂക്കുന്ന ചെടികളാണെങ്കിൽ കടലപ്പിണ്ണാക്കും കൂടെ ആഡ് ചെയ്യുക. കമ്മ്യൂണിസ്റ്റ് പോകുന്ന അനുപാതത്തിൽ, അതായത് 2 പാർട്ട് ഉണക്ക ചാണകവും 1 പാർട്ട്
നമ്മുടെ കടലപ്പിണ്ണാക്കും കൂടെ ചേർത്ത്. കടലപ്പിണ്ണാക്കുന്ന വില കൂടുതലാണ്, പക്ഷെ നല്ലോണം പൂക്കും. ചെടികൾ തെറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂ തുറഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളും പോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റി നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ടാവും. കടലപ്പിണ്ണാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കലക്കി 24 മണിക്കൂർ കലക്കി വെച്ചിട്ട് ആ വെള്ളം തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ. ഏതാ കലക്കി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടർഫിലൊക്കെ നടില്ലേ, അവിടെയൊക്കെ നടത്തി ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഹൈറ്റ് കൂടി കൂടി വരും വെള്ളം ഒഴിക്കും. അല്ല, രണ്ടിനും ഗുണം ഏറ്റവും കൂടുതൽ മണ്ണി കൊടുക്കുന്നത് തന്നെയാണ്. മണ്ണി കൊടുക്കുന്നത് മറ്റേത് കൊടുക്കുക നമ്മുടെ ഈ അകത്തിടാൻ പറ്റാത്തൊരു സന്ദർഭം വരുമല്ലോ, അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഉറുപ്പ് ശല്യം ഉണ്ടാവില്ല. കടലപ്പിണ്ണാക്കം വലിയ പ്രശ്നമില്ല. പുളിപ്പിച്ചാൽ ഇല്ല, പുളിപ്പിക്കണം. 24 മണിക്കൂർ വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് വേണം ഇത് ഇടാനായിട്ട്. അല്ല, മറ്റേതിടാൻ മണ്ണിൽ ചേർക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. മണ്ണ് വലിയ പ്രശ്നമില്ല. എല്ലുപൊടി വരുമ്പോഴത്തേക്കാണ് ഉറുമ്പിന്റെ ശല്യം കൂടുതൽ. അപ്പോൾ കുറച്ച് വേപ്പുണ്ടാക്കും കൂടെ ആഡ് ചെയ്താൽ സപ്പോസ് നമ്മുടെ ഉറുമ്പ് കാണണമെങ്കിൽ കുറച്ച് വേപ്പുണ്ടാക്കും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ നടുക. ഇവിടെയും നടുമ്പോഴത്തേക്ക് ഹെഡ്ജ് പ്ലാന്റ് നടുന്നത് ഇങ്ങനെ തന്നെയാണ്. മാക്സിമം പ്ലാന്റ്സ് കയറ്റാം. ഇങ്ങനെ ട്രയാങ്കിൾ ഇങ്ങനെ വേണം ഹെഡ്ജ് പ്ലാന്റ് നടാൻ. അപ്പോൾ ഹെഡ്ജ് പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെറ്റി, നന്ദ്യാർവട്ടം, ഹിബിസ്കസ്, അടുക്കളയിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കറിവേപ്പില. ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് നടുക. അതായത് നമ്പർ ഓഫ് പ്ലാന്റ്സ് കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ നേരിട്ട് നടുമ്പോഴത്തേക്ക് നമ്മൾ ചെടികൾ കുറവായിരിക്കും. ഇങ്ങനെ നടുമ്പോഴത്തേക്ക് നല്ല തിക്നെസ് കിട്ടും. ചെടി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെയാണ് ഹെഡ്ജസ് ഉണ്ടാക്കാൻ. ഹെഡ്ജസ് എപ്പോഴും നമ്മൾ തിക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് വേണ്ടത്. ഉടനെ തന്നെ ഇത് ആകത്തില്ല, ഏകദേശം 1 വർഷമുള്ളൂ. ആ 1 വർഷം വരെ വളരെ തിക്കായിട്ട് വളരണമെങ്കിൽ ചെടികൾ കുറച്ചുകൂടെ എണ്ണം കൂട്ടണം. എണ്ണം കൂട്ടാൻ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളായിട്ട് നടക്കാം, ത്രികോണാകൃതി നടക്കാം. അപ്പം പൂക്കാത്ത ചെടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫില്ലാന്തസ്. എന്താണ് ഫില്ലാന്തസ്? ചെറിയ നമ്മുടെ ചെറിയ ഇലയുള്ള പുളിയുടെ ഇല പോലൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇതിന് കൊടുക്കുന്ന സാധനം. അകലം മുക്കാലടി നമ്മുടെ ഫില്ലാന്തസ് എന്ന് പറഞ്ഞാൽ ചെറിയ പുളിയുടെ ഇല പോലെ. പുളിയുടെ ഇല ചെറിയ ഇല, നമ്മുടെ സാധാരണ മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ കൊടുക്കുന്ന സാധനം? കീഴാർന്നലിയുടെ ഇല പോലെ ഇരിക്കുന്ന ചെറിയ സാധനം. അത് നമ്മൾ വെട്ടി നിർത്തുമ്പോൾ ഭയങ്കര എല്ലാ ഗാർഡനിലും മിക്കവാറും എല്ലാം വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഷേപ്പിൽ വെട്ടിവിടാനും പറ്റും. നമ്മുടെ ഫില്ലാന്തസ് എന്ന് പറയുന്ന സാധനം കുഞ്ഞായിട്ടുള്ള അതൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ അറിയാം ഫില്ലാന്തസ്. ഇതല്ല, കുറച്ചുകൂടെ ഫില്ലാന്തസ് ആസ് എ ഹെഡ്ജിന് അടിച്ച് നോക്കും. ബുഷ് ആയിട്ടുള്ള അതിനെ നമ്മൾ വെട്ടി നിൽക്കുമ്പോഴത്തേക്ക് നല്ല എങ്ങനെയാ ഇതിന്റെ മെയിൻ്റെനൻസ് കൂടെ നോക്കാം. നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. നട്ട് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 അടി ഹൈറ്റിൽ ചെടി വരുമ്പോഴത്തേക്ക്, ഇങ്ങനെ 1 അടി ഹൈറ്റിൽ ചെടി വരുമ്പോഴത്തേക്ക് നമ്മളൊരു താഴെ വെച്ച് കട്ട് ചെയ്യും. എന്തിനാ കട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ധാരാളം പുതിയ ബ്രാഞ്ചസ്. എന്നിട്ടും അത് വളർന്ന് ഒരു 1 അടി ആകുമ്പോഴത്തേക്ക് വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ധാരാളം ഇങ്ങനെ ഒരു കുറച്ച് വലുതാക്കാൻ വിട്ടതിന് ശേഷം പിന്നെ ഒരു 2 അടി ഹൈറ്റിലേക്ക് വളരാൻ. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ ഹെഡ്ജിന്റെ മെയിൻ്റെനൻസ് നടക്കുള്ളൂ. പ്രൂണിംഗ് എന്ന് പറയും. പ്രൂണിംഗ് ഹാസ് ടു ബി ഡൺ. പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്ത ബ്രാഞ്ചസിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൂൺ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ചെടി ഒരു നല്ല വളർച്ചയുള്ള നല്ല ബ്രാഞ്ചസോട് കൂടിയ ചെടി വരും. ചെടി വളരാൻ അനുവദിക്കുക. നമ്മൾ നടുന്ന ചിലപ്പം 1/2 അടി ഹൈറ്റിലായിരിക്കും. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1 അടി ഹൈറ്റോളം വളർന്നിട്ടുണ്ടാവും. നല്ല ചെടികളാണ്. ഏകദേശം 3/4 അടി താഴെ വെച്ചിട്ട് വെട്ടിക്കളയും. ചെടിയുടെ ടോപ്പങ്ങ് വെട്ടുക, പ്രൂൺ ചെയ്ത് കളയും. അപ്പൊ ഇവിടെ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഇത് വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ധാരാളം പുതിയ ബ്രാഞ്ചസ്. അത് 3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ധാരാളം അടുത്ത ബ്രാഞ്ചസ്. അങ്ങനെ തിക്കായിട്ട് ഒരിക്കലും നടുക്കുള്ള ആ തടി കാണരുത്. അതാണ് ഹെഡ്ജസിന്റെ പ്രത്യേകത. അത് ചുറ്റുമായിട്ട് ആ ബ്രാഞ്ചസ് കൊണ്ട് ഇലകൾ കൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കണം നമ്മൾ പ്രൂൺ ചെയ്ത് പോകുന്നത്. ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്യുമ്പോഴും കുറച്ച് വളമിട്ട് കൊടുക്കുക. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് വളരെ 1 വർഷം കൊണ്ട് നമുക്ക് ഹെഡ്ജസിനെ ഒരു 1-1.5 അടി ഹൈറ്റിൽ ആക്കി നിലനിർത്താൻ. ഇങ്ങനെ നടത്തുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തെ സാധനം. അപ്പോൾ ആദ്യം നമ്മുടെ ആർച്ച് കണ്ടു, നല്ല വയറൊക്കെ നിൽക്കുന്നു. ചുറ്റും പച്ച കളറിൽ നമ്മുടെ കീഴർന്നലി പോലത്തെ ഫില്ലാന്തസ് വെട്ടി നിർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ 2 ഭാഗം ക്ലിയർ ആയിട്ട് കണ്ടു. നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് 3ാമത്തെ കമ്പോണന്റ് വരുന്നു. എന്താ? നടന്നു പോകുന്നു, നടപ്പാത.
or path. അടുത്ത പാത്ത്. അപ്പൊ നമ്മൾ ഈ ഹെഡ്ജ് കണ്ടു, അടുത്ത് നമ്മൾ ഇങ്ങനെ കടന്നു പോവാം. സോ ദിസ് ഇസ് ദ പാത്ത്. വൺ ഓഫ് ദ ഏറ്റവും ഭംഗിയുള്ള ഒരു കമ്പോണന്റ് ആണ് ഗാർഡൻ. പല മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നടപ്പാത ഉണ്ടാക്കാം. ഇതൊരു വീട്ടിൽ പോയിട്ട് ഞാൻ ഇത് ആർച്ച് ഉണ്ടാക്കി നടപ്പാത ഉണ്ടാക്കി അടങ്ങുന്നാലും ആശ്വസിക്കരുത്. ഇത് ഒരു നല്ലൊരു ഗാർഡനിന്റെ കമ്പോണൻസ് ആണ്. ഇതെല്ലാം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഈ പറഞ്ഞ അളവിലും ഇതിലായിരിക്കരുത് മാത്രം. ഓക്കെ, നേരത്തെ ആർച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഹൈറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. വീതി എത്ര വേണം? മിനിമം 4 അടിയെങ്കിലും മിനിമം വേണം. 4 feet. അതായത് ഒരാൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തിരിച്ച് ഒരാൾ ഇറങ്ങി വരാണെങ്കിൽ രണ്ടുപേരും കൂടെ കൂട്ടി മുട്ടി ഇങ്ങനെ ഇന്നസെന്റ് പോണവരെ പോകരുത്. രണ്ടുപേരും ഒരേപോലെ പോകണം. അപ്പോൾ 4 അടിയെങ്കിലും മിനിമം വീതി ഉണ്ടാവണം. ബിക്കോസ് അതിനകത്തൂടെ നമുക്ക് വളം കൊണ്ടുപോകണമെങ്കിലോ അർബാന കൊണ്ടുപോകണമെങ്കിലോ ഒക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് 4 അടി വീതിയുള്ള ഒരു ആർച്ചായിരിക്കും. അപ്പോൾ പാത്തിന്റെ മിനിമം വീതി എന്തായിരിക്കും? വലിയൊരു ഗാർഡനിലാണെങ്കിൽ 4 അടി തന്നെ അങ്ങനെ വീതി കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇതാണ് പാത്തിന്റെ ആദ്യത്തെ മാനദണ്ഡം. ഇറ്റ് ഷുഡ് ബി മിനിമം 4 feet. എത്ര വീതിയിൽ വേണമെങ്കിലും ആക്കാം, പക്ഷെ മിനിമം 4 അടിയെങ്കിലും ഉണ്ട്. അതായത് ഒരു റോ ഇങ്ങോട്ട് വരണമെങ്കിൽ മറ്റൊരു അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കണം, ഇടിക്കാതെ. സോ 4 അടിയെങ്കിലും മിനിമം വീതി ഉണ്ടാവണം. പിന്നെ പാത്വേ ഈസ് എ ഗൈഡ് ഓഫ് എ ഗാർഡൻ. പാത്വേ ആണ് ഒരു ഗാർഡന്റെ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ എല്ലാ കമ്പോണൻസും കാണാൻ സാധിക്കും. ഊട്ടിയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ആരും ഉണ്ടാവില്ല ബൊട്ടാണിക്കൽ ഗാർഡനിൽ. പാത്താണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ആ വഴിയിൽ കൂടെ എല്ലാ സ്ഥലത്തും കണ്ട് നിങ്ങൾക്ക് ഓരോ ഘടകം കണ്ട് സോ പാത്ത് ആക്ട് ആസ് എ ഗൈഡ് ഓഫ് എ ഗാർഡൻ. അതൊരു ഗൈഡായിരിക്കും, നമ്മളെ നയിക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒരു ഗാർഡന്റെ ഫുൾ ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് അതിലെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. ആ പാത്തിന്റെ സൈഡിലായിരിക്കണം ഓരോ കമ്പോണൻസ് സെറ്റ് ചെയ്തത്. അപ്പൊ പാത്ത് നമ്മൾ ആദ്യം വളരെ ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പേപ്പറിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നേരെ ഗാർഡനിലേക്ക് സെറ്റ്. അപ്പൊ അത്രയായി. ഇപ്പൊ പാത്ത് എന്ന് പറയുന്നത് ഗൈഡായിരിക്കണം, എല്ലാ കമ്പോണൻസും കാണാൻ സാധിക്കണം. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അടി വീതി ഉണ്ടെങ്കിൽ മിനിമം. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സ് മാക്സിമം കുറയ്ക്കുക. പാത്തിനകത്ത് സ്റ്റെപ്സ് മാക്സിമം കുറയ്ക്കുക. ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു 18 അടി സ്റ്റെപ്പ് ഉണ്ട്, അതിന്റെ മണ്ടയിലാണ് ഗാർഡൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വയസ്സായ ആൾക്കാർ മക്കളെ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറയും. സോ വാട്ട് യു ഹാവ് ടു ഡു, ഒരു 3-4 സ്റ്റെപ്പ് വരിക, ലാൻഡിങ് കൊടുക്കുക, കുറച്ച് ദൂരം നടക്കുക, വീണ്ടും ഒരു 3-4 സ്റ്റെപ്പ്. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു മേക്ക് എ ഗാർഡൻ. അങ്ങനെ വേണം ഗാർഡൻ പാർട്ടിസിക്കാൻ. മാക്സിമം സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്യുക. സ്റ്റെപ്സ് വേണമെങ്കിൽ ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ പാത്വേ ചെയ്യാം? നിങ്ങളുടെ മനസ്സിൽ വരുന്ന പാത്വേ ഏതാണെന്ന് പറയും. എന്ത് വെച്ച് ചെയ്താൽ ഫ്ലവേഴ്സ് പാത്വേക്കകത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് നമുക്ക് നടന്നു പോകുന്ന സ്ഥലമുണ്ട്. നമ്മുടെ അത് ഹെഡ്ജായിട്ട് ഞാൻ ചോദിക്കുന്ന പാത്വേ എന്തിന് ചെയ്യുന്നു? മണ്ണാണോ? ടൈല് വയ്ക്കുന്നു. പുല്ല് വയ്ക്കും. ടൈലിന്റെ ഇടയിൽ പുല്ല് വയ്ക്കുന്നു. ആ ടൈല് ഏത് തരത്തിലുള്ള ടൈലായിരിക്കും? കരിങ്കല്ല്. ആ വെരി ഗുഡ്. കരിങ്കല്ല് ടൈൽ. അതായത് നമുക്ക് ഗ്രിപ്പ് വേണം. അതെ, ഗ്രിപ്പ് ഉണ്ടാവണം. മഴ പെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ ആവണം. അപ്പൊ ഗ്രിപ്പ് ഉണ്ടാകണമെന്നാണ് ഇതിനകത്ത് ഒരു നമ്മുടെ ഒരു നീഡ് എന്ന് പറയുന്നത്. അത് വീഴാൻ പാടില്ല. പിന്നെ പാത്വേയുടെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബഡ്ജറ്റിനെ ബേസ് ചെയ്ത്. വേറെ ഒന്നുമല്ല. വേണമെങ്കിൽ മണൽ വെച്ച് ചെയ്യാം, കല്ല് വെച്ച് ചെയ്യാം, കരിങ്കല്ല് വെച്ച് ചെയ്യാം, വേണമെങ്കിൽ ചരല് വെച്ച് ചെയ്യാം, വേണമെങ്കിൽ ചെറിയ ബേബി ചിപ്സ് വെച്ച് ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ ദ ബഡ്ജറ്റ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻലാൽ സാറിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ അറബിയും ഒട്ടകം ചെയ്യാനായിട്ട് പോയപ്പോൾ സിനിമയ്ക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരു വീടിനകത്ത് വേണം ഗാർഡൻ സെറ്റ് ചെയ്യാൻ. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വീടാണ്. ഏകദേശം 4000-5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിന്റെ ഫുൾ ഓപ്പൺ ഏരിയ വീടിനകത്ത്. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 5 ദിവസം കഴിഞ്ഞ ഷൂട്ടിങ്. അശോക് സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ. മോഹൻലാൽ സാറിന്റെ വീടാണിത്. അപ്പോൾ സാറിന്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു വീടാണ്. വീടിനകത്ത് ഗാർഡൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടൊന്നും ചെയ്യാൻ. വളരെ ഷാബിയായിട്ട് കിടക്കുന്ന ഒരു ഗാർഡൻ ആയിരുന്നു. അകത്ത് കുറേ കല്ലുകൾ മാത്രം, ഉരുളൻ കല്ലുകൾ, ഫുൾ ഉരുളൻ കല്ല്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ ഗ്രീൻ പമ്പ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പിള്ളേരും അവിടെ ചേർന്ന് ഭയങ്കര സന്തോഷം. മോഹൻലാൽ സാറിനെ കാണാൻ പറ്റി.
പ്രിയദർശൻ സാർ ഉണ്ടായിരുന്നു, അശോക് സാർ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം, ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അനുഭവമാണ്. ആദ്യം വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഫോൺ വന്നത്, ഞാൻ പ്രിയദർശൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ചെയ്തു ഒരു പ്രിയം വിളിക്കുന്നു. ഞാൻ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു. ഞാൻ പ്രിയദർശൻ. ഏത് പ്രിയദർശനാന്ന് ചോദിച്ചു. നിനക്ക് എത്ര പ്രിയദർശൻ അറിയാമെന്ന് ഇങ്ങോട്ട് അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആരെ അറിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഒരു സിനിമാ ഭ്രാന്തനായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഡയറക്ടർ പ്രിയദർശൻ സാറുണ്ട്. അത് തന്നെയാണോ ഞാൻ നീ വാങ്ങുക. ഞാൻ എവിടെ വരണോ പാച്ചല്ലൂര് വെള്ളാണി കോളേജിനടുത്ത് എൻ്റെ വീടുണ്ട്, മോഹൻലാൽ സാറിൻ്റെ വീടുണ്ട്. അവിടെ വന്നാൽ മതി, ഷൂട്ടിംഗ് ആണ്. അങ്ങ് ഭയങ്കര ഒരു സ്വപ്നത്തിലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മളെ വിളിക്കുക. നമ്പർ ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാർഷിക കോളേജിൽ നിന്നാണ് കിട്ടിയത്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇപ്പൊ നിന്റെ പേരാണ് പറഞ്ഞത്, തണൽ എന്ന് പറഞ്ഞ സ്ഥാപനം, നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. പിള്ളേരെല്ലാം എല്ലാ ജോലിയും കളഞ്ഞ് പ്രിയദർശൻ സാറിനെയും മോഹൻലാൽ സാറിനെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇവിടെ കിട്ടിച്ചേർന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്നെ വരാൻ പറഞ്ഞപ്പോൾ പുറകിൽ ഒരു പടം തന്നെയാണ്. അപ്പോൾ അവർ ചോദിച്ചു ഇവരൊക്കെ ആരാന്ന് ചോദിച്ചു. ഞാൻ ഈ പിള്ളേരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എനിക്ക് എല്ലാവരും ഇവിടെ വാങ്ങുന്നു പറഞ്ഞു. മോഹൻലാൽ സാർ അവിടെ ഇരിപ്പുണ്ട്, സംസാരിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ദൂരെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് വീട്, ഈ വീട്ടിൽ നിങ്ങൾ നാളെ തൊട്ട് പണി തുടങ്ങണം, ആദ്യം ക്ലിയർ ചെയ്യണം, അതിനുശേഷം വേണം ഗാർഡൻ ചെയ്യാൻ. എൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഇത് മാത്രമേ ഉള്ളൂ, നടുക്കൂടെ നല്ലൊരു പാത്ത് വേണം. ആ പാത്തിൽ കൂടെയാണ് മുകേഷും എനിക്ക് തോന്നുന്നു അതിനകത്ത് പേര് ആക്ട്രസിന്റെ പേര് കൊടുക്കുന്നുണ്ട്. അവർ പാട്ട് പാടി ഇറങ്ങി വരുന്ന സീനാണ്. ഏതാ ഭാവന അറബി ഹോട്ടൽ. അറബി ഹോട്ടൽ അതിനകത്ത്. അപ്പം എനിക്ക് പേര് ഓർക്കുന്നില്ല, എന്താ ഐശ്വര്യ അങ്ങനെ ഒരു അവരുമായിട്ട് പാട്ട് പാടിക്കൊണ്ട് വരുന്ന സീനാണ്. ആ ഈ പാത്വേ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ പാത്വേ ഗംഭീരമായിരിക്കണം. ലക്ഷ്മി എക്സാക്ട്. അപ്പം അവരുമായിട്ട് വരുന്ന സീനാണെന്ന് പറയും. മധുവിന്റെ വീടാണ്, മധു ഇറങ്ങി വരുന്നത്, അതിനുശേഷം പാട്ടുപാടികൾ പോകുന്നത്, ഇതൊക്കെയാണ് അതിനകത്ത് സീനിൽ വരുന്നത്. അപ്പം നല്ല പാട്ടായിരിക്കും. അപ്പം ഞാൻ സാറിന് ചോദിച്ചു, സാറേ എങ്ങനെ ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യണം, ബഡ്ജറ്റ് അതൊന്നും നോക്കണ്ട, ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ മെറ്റീരിയലിൻ്റെ കരിങ്കല്ലാണെങ്കിൽ ഏകദേശം 8 രൂപയാകും. കരിങ്കല്ല് നല്ല ഭംഗിയുള്ള പോളിഷ്ഡ് കരിങ്കല്ല്, ഞങ്ങൾക്ക് അത് മതി. ഏറ്റവും വില കൂടിയ സാധനം വേണം ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. അപ്പം നോക്കിയപ്പോൾ ഏകദേശം 8 ലക്ഷം രൂപയാകും പാത്തിന് മാത്രം. പറയാൻ തന്നെ മടിയായിരുന്നു അദ്ദേഹത്തിന്. സാറേ ഒരു 8 ലക്ഷം ഇത്രയാകുള്ളൂ, 8 ലക്ഷം രൂപയാകുള്ളൂ, അത് നീക്കം ചോദിക്കുന്നു. അങ്ങനെ 8 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ പാർക്ക് ചെയ്തു. അവിടെ ആദ്യം പോയപ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ ചതി എന്ന്. അതുകൊണ്ടാണ് 8 ലക്ഷം രൂപ തന്നത്. പിന്നെയാണ് ചതി മനസ്സിലാവുന്നത്. അങ്ങ് പിള്ളേർ അങ്ങോട്ട് ഇറങ്ങി ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും മൂർഖൻ പാമ്പ്, മുഴുവൻ മൂർഖൻ പാമ്പ് ഇതിനകത്ത് ഇഷ്ടം 32 മൂർഖൻ പാമ്പ് ഞങ്ങൾ കൊന്നു. ഈ വീടിനകത്ത് അവിടെ ആരും താമസമില്ല. അദ്ദേഹത്തിന്റെ വീട് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ അതെല്ലാം വലിയ പുറത്തോടെയാണ്, മുകളിലെല്ലാം ഹോൾസാണ്. അതായത് നാച്ചുറലായിട്ട് വെള്ളം വീഴാനും അതുവഴി അപ്പുറത്തൊക്കെ കാടാണ്. കാട്ടിൽ കൂടെ നോക്കാൻ വന്നിട്ട് ഇത് മുകളിൽ താഴോട്ട് വീഴാം. ഇവിടെ ആണെങ്കിൽ ഫുള്ള് നല്ല അതായിരുന്നു. പിന്നെ മുഴുവൻ പോകുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ ത്രെട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. പിന്നെ മനസ്സിലായി ഗാർഡനെക്കാട്ടി ആവശ്യം നോക്കാൻ പാമ്പിനെ. പിള്ളേരൊക്കെ ആണെങ്കിൽ പ്രാകാരമൊന്നുമില്ല, ഭഗവാനെ ചാകാതെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളന്ന് എല്ലാം ക്ലിയർ ചെയ്ത് ഗാർഡൻ ചെയ്ത് കൊടുത്തു. എപ്പോഴെങ്കിലും ഫിലിം കാണുമ്പോൾ നോക്കാം, അതിനകത്ത് ഇതുണ്ട്. ചെടികളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഹാർഡ്സ്കേപ്പിംഗ് ആണ്. കരിങ്കല്ല് പെബിൾസ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ച് ചെടികൾ ഗംഭീരമായിട്ട് ചെയ്തു കൊടുത്തു. നന്നായിട്ട് ഇത് ഷൂട്ടിങ് വരികയും ചെയ്തു. അങ്ങനെ 8 ലക്ഷം രൂപ എന്നതിനായി. അപ്പം ഡിപ്പെൻസ് അപ്പോൺ ദ ബഡ്ജറ്റ്. ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ചുടുകട്ട വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പല പാലുകാച്ചിന്റെ സമയത്തായിരിക്കും നമ്മൾ അഭിനയിക്കാൻ, പാപ്പരായിരിക്കുന്ന സമയമായിരിക്കും നമ്മുടെ ഓർഡർമാർ. അപ്പോഴും പറയും പാപ്പ സാറേ കരിങ്കല്ല എത്ര രൂപയാകും? അതൊന്നും പറ്റത്തില്ല, എൻ്റെ കയ്യിൽ എനിക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ, ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ചുടുകട്ട, ലാറ്ററൈറ്റ് അങ്ങനെയുള്ള കല്ലുകൾ വെച്ചായിരിക്കും. അപ്പൊ ഏതാണ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് അത് വെച്ച് ഭംഗിയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ പാത്തുവ റെഡിയാക്കാം. മേസന്റെ പണിയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. എവരിത്തിങ് ദ മേസൻ വിട്ടു, അയാളാണ് ചെയ്യേണ്ടത്. തടി വെച്ച് ചെയ്ത സ്ഥലങ്ങളുണ്ട്, പാർക്കൗണ്ടർ ചെയ്ത സ്ഥലങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ടൈൽസ് ഒക്കെ വാങ്ങാൻ പറ്റും, തടിയുടെ ടൈൽസ്. ഇതൊക്കെ വെച്ച് നല്ലോണം ഒട്ടിച്ച് റെഡിയാക്കുന്നത്, നല്ലോണം സിമെന്റ് ചെയ്തതിന് ശേഷം ടൈൽസ് ഒട്ടിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പുതിയ ആശയങ്ങൾ ഇപ്പം ധാരാളം ചെയ്യുന്നു. അപ്പോൾ പാത്ത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ടുപോകത്തക്ക രീതിയിലായിരിക്കണം പാത്തിരിക്കുക. പാത്തിൻ്റെ അടുത്തോടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത മെയിനായിട്ടുള്ള കമ്പോണന്റ് കാണും. എന്താണത്? പുൽത്തകിട് അല്ലേ, ലോൺ, LAW. ഇതാണ് ഗാർഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. ലാൻഡ്സ്കേപ്പിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര ആനാക്കുല എന്നൊക്കെ നമ്മൾ പറയും. ഒന്നുമില്ല, വെരി സിമ്പിൾ ടു ഡു, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു
പുൽത്തകിടി എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഒരു ഗാർഡനിലെ ഹൃദയഭാഗം എന്ന് പറയുന്നത് പുൽത്തകിടിയാണ്, ലോണാണ്. എപ്പോഴും PHSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡാഷ് ഇസ് എ ഹാർട്ട് ഓഫ് ദ ഗാർഡൻ. സോ അവരെല്ലാം എഴുതും പുൽത്തകിടി, ചെയ്യാൻ പോലും അറിയില്ല, പക്ഷെ എഴുതും ലോൺ ഇസ് എ ഹാർട്ട് ഓഫ് ഗാർഡൻ. പുൽത്തകിടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയും, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. ഇതാണ് പുൽത്തകിടി വിജയിക്കുന്നതിന് പ്രധാന കാരണം. പുൽത്തകിടി ആദ്യം നോക്കേണ്ടത് 4 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സൂര്യപ്രകാശത്തിൻ്റെ അവൈലബിലിറ്റി, എത്രത്തോളം കിട്ടുന്നു സൂര്യപ്രകാശം കിട്ടുന്നു. ഇറിഗേഷൻ, ജലസേചന സൗകര്യം. മെയിൻ്റെനൻസ്. ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യുക. ഇത്രയും കാര്യങ്ങളിൽ നമ്മുടെ ഉടമസ്ഥനെ നമ്മൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ആദ്യം വളക്കൂറ് എന്ന് പറയുന്നത് മണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് വേണം ഈ ലോണിന് വേണ്ടി ഉപയോഗിക്കാൻ. കാരണം പിന്നെ നമുക്ക് ഇതിനകത്ത് 4 മെയിൻ്റെനൻസ്. ഈ 4 കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ധാരണ ആയിട്ടുണ്ടാകും എങ്കിൽ മാത്രം. എന്തുകൊണ്ടാണ് ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വളക്കൂറുള്ള മണ്ണല്ല എങ്കിൽ വളക്കൂറാക്കാനായിട്ട് ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് മൊത്തം കളയായിരിക്കും ആ സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ പുൽത്തകിടി വെച്ച് കഴിഞ്ഞാലും കള കയറും. അതുകൊണ്ട് അതിനൊരു പ്രത്യേക മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. കുറച്ച് കാശ് കൂടും, അത് നമ്മൾ ഓണറെടുത്ത് പറയണം. അതെങ്ങനെയാണെന്ന് ഞാൻ കേട്ടാൽ പറഞ്ഞുതരാം. അപ്പം ആദ്യം വളക്കൂറ്, കള, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരും. അതായത് കള ഭയങ്കര കൂടുതലാണെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ്, പക്ഷെ നമുക്ക് പുൽത്തകിടി വെക്കുകയാണെങ്കിൽ വീണ്ടും കള കയറി വരും. അപ്പം ആ സമയത്ത് നമുക്ക് ആ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യത്തെ കാര്യം. വളരെ പ്രാക്ടിക്കലായിരിക്കും. തിയറിയൊക്കെ നമ്മൾ പറയും, മണ്ണിട്ടിട്ട് വെട്ടുക, പിക്കാസിട്ട് കളയ്ക്കുക, 15 സെന്റിമീറ്റർ കളയ്ക്കുക, എല്ലാ കളയും മാറ്റുക, മഴ മാറ്റിയതിനു ശേഷം ആ മണ്ണിൽ തന്നെ ഉപയോഗിക്കാം. വെറും തിയറി മാത്രം, അത് നടക്കത്തില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെങ്കിൽ വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട്, അത് ചെയ്യണം. ആദ്യത്തെ സംഭവം വളക്കൂറുള്ള മണ്ണായിരിക്കണം, കളകൾ ഒട്ടും പാടില്ല. രണ്ടാമത്തത് സൂര്യപ്രകാശം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ പുൽത്തകിടി വയ്ക്കാൻ പാടുള്ളൂ. നോക്കുക, 12 മണിക്ക് നമ്മൾ ഏത് പ്ലോട്ടിൽ തന്നെ നമ്മൾ പുൽത്തകിടി ചെയ്യാൻ പോകണമെങ്കിൽ ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് മാത്രമേ വിസിറ്റ് ചെയ്തിട്ട് എത്രത്തോളം സൂര്യപ്രകാശം അടിക്കുന്നുണ്ടെന്ന്. വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പുൽത്തകിടി ഒഴിവാക്കുക. അതിൻ്റെ തണൽ വന്ന് വീണ് കഴിഞ്ഞാൽ പുൽത്തകിടി നന്നായിട്ട് വരണം. ഇതാണ് നോർമൽ കേസിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവൻ നിർബന്ധം പിടിക്കുകയാണ് ഈ പുൽത്തകിടിയെ വേണ്ടുമെങ്കിൽ അതിനുള്ള വെറൈറ്റീസ് ഉണ്ട്, ഷെയ്ഡിൽ വളരും. അത് നമുക്ക് പുൽത്തകിടിയുടെ വെറൈറ്റി അടിക്കാൻ നോക്കാം. അപ്പോൾ മാക്സിമം നമ്മൾ വെയിലുള്ള സ്ഥലത്ത് മാത്രമേ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഇറിഗേഷൻ, ജലസേചന സൗകര്യം. വേനൽക്കാലത്ത് വെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കും. എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അമളിയാണ്. നിങ്ങളുടെ എറണാകുളത്ത് CMFRയിൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺട്രാക്ട് എടുത്തു പുൽത്തകിടി ചെയ്യാനായിട്ട്. ആ പുൽത്തകിടി ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ കാര്യം ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെന്ത് പൈപ്പ് തുറന്ന് അപ്പം വെള്ളം കിട്ടും, അപ്പം അത് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഫെബ്രുവരി ആയി, ഡിസംബർ കഴിഞ്ഞ് ജനുവരിക്ക് ആയപ്പോൾ തന്നെ പൈപ്പ് തുറക്കുമ്പോൾ കാറ്റ് മാത്രമേ വരും. അപ്പം നട്ട് ഏകദേശം പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അപ്പം പോകും. 1 ദിവസമായി 2 ദിവസമായി വെള്ളം വരും. അവസാനം ഞങ്ങൾ അവിടെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ആരും പറഞ്ഞ് വെള്ളം വരുന്നു, ഇത് നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ വരയ്ക്കും വെള്ളം ഉണ്ടാകും. അപ്പം ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അടുത്ത ഓഗസ്റ്റിലാണ്. 1 വർഷം നിങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്ത് ചെയ്യാനായിട്ട് ടാങ്കർ കൊണ്ടുവരിക, വെള്ളം അടിക്കുക. അപ്പം ഈ കോസ്റ്റൊക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എസ്റ്റിമേറ്റ് തരാനായിട്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിൽ കൊടുത്തത്, ഇതാണ് ഒന്നാമത്തെ ആവശ്യം. നമുക്ക് ഇറിഗേഷൻ വെള്ളം ഉറപ്പാക്കണം എന്ന് പറയാനുള്ള മെയിൻ ഉദ്ദേശം ആ ഒരു അടി കിട്ടിയപ്പോഴാണ്. ഏകദേശം 1 ലക്ഷം രൂപ നമുക്ക് നഷ്ടമായി ആ പ്രോജക്റ്റ് ചെയ്ത്. വെള്ളം എല്ലാ ദിവസവും വെള്ളം കൊണ്ട് 350, 450, 550 രൂപ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് പിള്ളേരെ അവിടെ നിർത്തി അതിന് പ്രത്യേകിച്ച് ലേബർ എല്ലാം ആവശ്യമാണ്. സോ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ നഷ്ടത്തോടു കൂടി കംപ്ലീറ്റ്. അപ്പം അങ്ങനെ ഇറിഗേഷൻ എപ്പോഴും അഷ്വർ ചെയ്യും. നമുക്ക് ആ വലിയൊരു ഗാർഡൻ ചെയ്യണമെങ്കിൽ ആ ഗാർഡനകത്ത് എവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും. ഇല്ല എങ്കിൽ നമ്മൾ ടാങ്കറിലാണ് അടിക്കണമെങ്കിൽ ടാങ്കറിൻ്റെ കോസ്റ്റ് നമ്മുടെ ലാസ്റ്റ് എസ്റ്റിമേറ്റ് കൊണ്ട് ചേർത്തത്. അതുകൊണ്ടാണ് ഇറിഗേഷൻ ഉറപ്പാക്കുന്നത്. ദെൻ മെയിൻ്റെനൻസ് പുൽത്തകിടി വെക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ വച്ച് കൊടുത്തിട്ട് ഓടാൻ വളരെ എളുപ്പമാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാണാൻ പുൽത്തകിടി. പക്ഷേ മെയിൻ്റെനൻസ് ആണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ മെയിൻ്റെനൻസ് ആകുമ്പോൾ കള പറിക്കുന്നതിൻ്റെ ഇത്, അതുപോലെ തന്നെ ചെതൽ,
പുല്ല് മാറ്റി വെക്കുന്നത്, ഇതെല്ലാം കോസ്റ്റ് ഉൾപ്പെടുത്തി വേണം നമുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ലാഭത്തിലേക്ക് എത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പുൽത്തകിടി ഉണ്ടാക്കാനായിട്ട് ഒരു ഗാർഡനിലേക്ക് ചെല്ലാൻ. അപ്പോൾ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വളക്കൂറുള്ള മണ്ണ് കളയും നോക്കുക, 2 സൂര്യപ്രകാശം, 3 ഇറിഗേഷൻ ജലസേചന സൗകര്യം, 4 മെയിൻ്റനൻസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേണം പുൽത്തകിടിയിലേക്ക്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ കണ്ട ഗാർഡനിൽ ഓണർ പറയാണ് ശരി ചെയ്തു, പുൽത്തകിടി ചെയ്തു, നീ എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് പുൽത്തകിടി നമ്മൾ ഡിസൈൻ വരച്ചിട്ടുണ്ടാവണം. ഡിസൈനിൽ എവിടെയൊക്കെയാണ് പുൽത്തകിടി ബേസ്ഡ് ഓൺ ദ സൺലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് നല്ല ഭംഗിയായിട്ട് ഡിസൈനിൽ ഒരു അരോചകമല്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുക. നമ്മുടെ മനസ്സിലെപ്പോഴും അവിടെ സൂര്യപ്രകാശം കിട്ടുന്നു, വെള്ളം കിട്ടുന്നു, മുളക്കൂറുള്ള മണ്ണായിരിക്കണം എന്ന് കണ്ടുകൊണ്ട് വേണം അത് ഡിസൈൻ ചെയ്യാൻ. ആ ഭാഗത്ത് മാത്രമേ പുൽത്തകിടി വയ്ക്കുക. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ലാസ്റ്റ് ബഡ്ജറ്റിലേക്ക് വരും. അങ്ങനെ കുറെ തുണ്ടായി അത് ലാസ്റ്റിൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞുതരാം. ബിക്കോസ് ഞങ്ങൾ എടുക്കുന്ന അതേ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അത് ഒടുക്കില്ല. കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒരു സീക്രസി ഇല്ല. ഒരു മനുഷ്യനെ പറഞ്ഞു തരത്തില്ല. സാധാരണ ഗാർഡൻ ചെയ്യുന്ന ആൾക്കാരൊന്നും അവരുടെ ഭയങ്കര സീക്രസിയാണ്, ആർക്കും പറയും ഒന്നുമില്ല, അവർ നാക്കില്ല ഒക്കെ പറയും. അടുത്തത് ഈ 4 സാധനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആ ഡിസൈനിനകത്ത് എവിടേക്കാണ് ലോൺ വരുന്നത്, അതിൻ്റെ ഏരിയ നമ്മൾ നിശ്ചയിക്കും. അതിൻ്റെ എത്രയാണ് സ്ക്വയർ ഫീറ്റ്. സാധാരണ സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ സാധാരണ ഏരിയ നിശ്ചയിക്കുന്നത്. എത്ര ചതുരശ്ര അടിയിലാണ് നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ ആ പ്ലോട്ടിലേക്ക് ചെല്ലുക. പ്ലോട്ടിലേക്ക് ചെല്ലുക. നല്ല കളർ പിടിച്ച് കിടക്കുന്ന പ്ലോട്ടാണ്. നല്ല കളർ പിടിച്ച് കിടക്കുന്ന പ്ലോട്ടാണെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് കളയോടുകൂടി മാറ്റുക. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. ഒരിക്കലും അവിടെ പോയിട്ട് ഞാനിതാ പറിച്ച് കളയല്ല. നമ്മൾ തിയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ലവണ്ണം കിളച്ച് എല്ലാ കളയും പറിച്ച് കളയുക, വേരോടുകൂടി പറിച്ച് കളയുക. അതിനുശേഷം ഒരു 10 ദിവസം ഇട്ടേക്കുക. വീണ്ടും വരുന്ന കളകളെ വീണ്ടും മാറ്റുക. വീണ്ടും ഒരു 10 ദിവസം ഇട്ടേക്കുക. വീണ്ടും അപ്പോഴത്തേക്ക് പാല് കാച്ചും കഴിഞ്ഞവൻ്റെ എല്ലാം ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് ഒരു 8 തൊട്ട് 10 സെന്റിമീറ്റർ കനത്തിൽ കളയും മണ്ണോടും കൂടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. ഇഷ്ടംപോലെ മെഷീൻസ് ഉണ്ട്. മാനുവലായിട്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ നോർമലി ട്രാക്ടറിനകത്ത് മൗണ്ട് ചെയ്യുന്ന ചെറിയ ഒരു മണ്ണ് മാറ്റുന്ന ഒരു ചെറിയൊരു പില്ലറല്ല, മണ്ണ് മാറ്റുന്ന നമ്മുടെ ബുൾഡോസറിലൊക്കെ കാണുന്ന സാധനം ട്രാക്ടറിൽ വെച്ച് കൊടുക്കുക. അത് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു 5 സെന്റ് കറക്റ്റായിട്ട് മെഷർമെന്റ് ചെയ്ത് കൊടുക്കുക. 10 സെന്റിമീറ്റർ. ഇതൊക്കെ ഇഷ്ടംപോലെ ഇപ്പം മെഷീൻസ് ഉണ്ട്. ഒന്ന് മാനുവലി ചെയ്യാം. മെഷീന്റെ ട്രാക്ടറിൽ സോയിൽ റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, സോയിൽ റിമൂവർ. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 10 സെന്റിമീറ്റർ കനത്തിൽ മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലെവലിന്റെ ലാൻഡ് ആയിരിക്കണം, കൂടുതൽ ലെവലായിട്ടുള്ള ലാൻഡ് ആയിരിക്കണം, എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതുവഴി നേരെ കംപ്ലീറ്റ് ആയിട്ട് മണ്ണും ഇത് മാറ്റുക. എസ്റ്റിമേറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കളയും മണ്ണും മാറ്റി ഇന്ന സ്ഥലത്തുകൊണ്ട് ഇടുന്നതിന് കോസ്റ്റ് അതിനകത്ത് വരണം. ഇതൊക്കെ പറയാൻ ഓരോന്നും എസ്റ്റിമേറ്റിനകത്ത് കയറി വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടുപോകും. അവസാനം ഇതെല്ലാം കൂട്ടി വയ്ക്കും, വേറെ ഇത് ആരെടുത്തോണ്ട് പോകുന്നു ചോദിക്കും. അപ്പോൾ നമ്മൾ തന്നെ എടുത്തോണ്ട് പോകും. ഞങ്ങൾക്ക് എടുത്താൽ മാത്രമേ അടുത്ത് പുല്ല് വയ്ക്കാൻ പറ്റുള്ളൂ. ആ കോസ്റ്റ് അങ്ങ് വെറുതെ പോകും. അതുകൊണ്ട് ഇതെല്ലാം എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 10 സെന്റിമീറ്ററിൽ മണ്ണങ്ങ് മാറ്റും. ഇനി എന്ത് ചെയ്യണം? ആ മണ്ണ് പുതിയതായിട്ട് കൊണ്ടുവരണം. നല്ല റെഡ് സോയിൽ, നല്ല ചുവന്ന മണ്ണ്, മണൽ കലർപ്പുള്ള മണ്ണ് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷം. നമ്മൾ സാധാരണ എന്താ ചെയ്യണം എന്ന് വെക്കണമെങ്കിൽ ഏതെങ്കിലും JCB-ക്കാർ മുകളിലത്തെ മണ്ണെല്ലാം മാറ്റിയിട്ട് താഴത്തെ മണ്ണ് മാന്തുന്ന സ്ഥലമാണ്. അവിടെ ഒട്ടും കളയുണ്ടാകും. അങ്ങനെ കളയില്ല എന്ന് ഉറപ്പ് വരുന്ന മണ്ണ് വേണം കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ പോയി എല്ലാ സൈറ്റിൽ പോയി കണ്ടിട്ട് മണ്ണെടുക്കാം. ഞാൻ JCB മാന്തുന്ന സ്ഥലത്ത് പോയി അവ എവിടെന്നാ മാന്തുന്നത്, ഏത് താഴ്ചയിലുള്ള മണ്ണ് വേണമെന്ന് എടുത്താൽ ആ മണ്ണ് മാത്രം നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ സേഫാണ്. കാരണം വെച്ചാൽ കള വരില്ല. ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് കള കയറി വരുമ്പോൾ ആ കള വരാതിരിക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള മണ്ണ് എടുക്കരുത്. താഴോട്ടുള്ള മണ്ണ് ഒരു 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ താഴെ നിന്നുള്ള മണ്ണിൽ നമ്മൾ ആ മണ്ണായിരിക്കും നമ്മൾ ലോറി കൊണ്ടുവന്ന് ഇതിലേക്ക് അടിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുപോകും. ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് 300 സ്ക്വയർ ഫീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലോഡ് മണ്ണ് വെക്കുക. ഇതാണ് കണക്ക്. ഏകദേശം 300 സ്ക്വയർ ഫീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടിപ്പറിന്റെ ഒരു ലോഡ് മണ്ണ് വേണം. ഇത് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ
എത്ര സ്ക്വയർ ഫീറ്റ് ആണോ അത്രയും ലോഡ് മണ്ണ് കയറ്റുക. അപ്പോൾ ഒരു 300 സ്ക്വയർ ഫീറ്റിന് ഒരു ലോഡ് മണ്ണ് കണക്കിൽ. അപ്പോൾ മണ്ണിന്റെ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും. 300 സ്ക്വയർ ഫീറ്റിന് ഒരു ലോഡ് മണ്ണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, അത് ഒരു 8-10 സെന്റിമീറ്റർ കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും. ഒരു ടിപ്പർ എത്ര യൂണിറ്റ് സാറേ? യൂണിറ്റ് ഉണ്ടാവല്ലോ, പല യൂണിറ്റിലും വരുന്നുണ്ട്. അല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് 1.5 യൂണിറ്റ് ആണോ? ഒരു എനിക്കൊന്ന് 2.5 ക്യൂബിക് മീറ്റർ എന്തോ ആണ് ടോട്ടൽ ഇത് വരുന്നത്. അതിന്റെ കണക്ക് നോക്കിയാൽ ഞാൻ ആ രീതിയിൽ ഞാൻ നോക്കിയിട്ടില്ല. സാധാരണ ഒരു ടിപ്പറിന്റെ നോർമൽ വരുന്ന ടിപ്പറിന്റെ ഒരു യൂണിറ്റ്, ചെറിയ ടിപ്പർ മതി, 1 യൂണിറ്റ് മതി. അതെ, അത് മതി. അത് 300 സ്ക്വയർ ഫീറ്റിന് അത് മതി. ഒരു ടിപ്പർ, സാധാരണ ടിപ്പർ, ഒരു 300 സ്ക്വയർ ഫീറ്റിന് ഒരു ടിപ്പർ. ഇതാണ് ഞാൻ സാധാരണ കണക്ക് വെച്ച് എടുക്കുന്നത്. എനിക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. 6500-7000 രൂപ കൊടുക്കണം ഒരു ടിപ്പർ ലോഡ് മണ്ണ് കൊണ്ടുവരാനായിട്ട്. സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും ഈ റേറ്റ് കിട്ടുന്നത്, അറിയില്ല, ഇവിടുത്തെ റേറ്റ് എനിക്ക് അറിയില്ല. എനിക്ക് 6500 തൊട്ട് 7000 രൂപയ്ക്ക് ഒരു ടിപ്പർ ലോഡ്. അപ്പോൾ ഇതാണ് കോസ്റ്റിൽ കണക്കാക്കുന്ന ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അത്രയും ടിപ്പർ. അതെ, 8 തൊട്ട് 10 സെന്റിമീറ്റർ. അത് എത്രത്തോളം റിമൂവ് ചെയ്തു അതിനെക്കാട്ടി കുറച്ചുകൂടെ ഹൈറ്റ് ചെയ്യുക. മണ്ണ് വെള്ളം വീഴുന്ന കുറച്ച് താഴെ, പിന്നെ മുകളിലെ ഗ്രാസ് വരുന്നത് കൊണ്ട് അതിന്റെ താഴെ 3 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആൾമോസ്റ്റ് ആ സെയിം കണക്ക് കിട്ടാൻ ഒന്നുമില്ല. മണ്ണ് മാത്രം നൽകും. ഓക്കെ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മണ്ണ് മാത്രം നൽകാം. ഓ അതെ, ഇല്ല, എന്നാലും കളക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് എല്ലാത്തിനും വിത്ത് ഉണ്ടാവും. ആ വിത്ത് നമുക്ക് കാണാം. നമ്മൾ സാധാരണ കള നമുക്ക് കാണാൻ പറ്റും, പക്ഷെ കളയുടെ വിത്താണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് അടിയിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് കയറി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരും. അപ്പോൾ ഒരു കാരണവശാലും ആ മണ്ണ് ഉപയോഗിക്കരുത്. ആ മണ്ണ് നമുക്ക് ചെടി നിറയ്ക്കാനായിട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കിച്ചൺ ഗാർഡൻ, ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഒരു കിച്ചൺ ഗാർഡൻ കൂടെ ഉണ്ടാക്കി കൊടുക്കും. ഈ കിട്ടുന്ന മണ്ണെടുത്ത് കിച്ചൺ ഗാർഡൻ കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ പോളി ബാഗിനകത്തോ അല്ലെങ്കിൽ വലിയ ചാക്കിനകത്തോ ബക്കറ്റിനകത്തോ അവിടെ കാണുന്ന എല്ലാ സാധനത്തിനകത്തും നിറച്ച് വെച്ചിട്ട് കുറേ ചെടികളും കൂടെ അതിനകത്ത് വെക്കുന്നു. അപ്പോൾ അത്യാവശ്യം പച്ചക്കറിയും കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ട് കളയാതിരിക്കുക. അങ്ങനെ പോസ്റ്റായി നമ്മൾ വിരിച്ചിടുന്നു. പണ്ട് വിരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ മണൽ കൊടുക്കുമായിരുന്നു 10-15 വർഷത്തിന് മുന്നേ. ഇപ്പൊ മണലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വിലയാണ്, രക്ഷയില്ല. അപ്പൊ നമ്മൾ ചകിരിച്ചോറ് ഒരു 1:2 എന്ന അനുപാതം, അതായത് 2 ഭാഗം മണ്ണാണെങ്കിൽ 1 ഭാഗം ചകിരിച്ചോറ്. അത്യാവശ്യം മണ്ണ് ലൂസാണെങ്കിൽ 3:1 ആക്കാം. മണ്ണിന്റെ സ്വഭാവം മനസ്സിലാവും. മണ്ണ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ 2 ഭാഗം മണ്ണിന് 1 കുട്ട, 2 കുട്ട മണ്ണിന് 1 കുട്ട ചകിരിച്ചോറ്. ആ രീതിയിൽ. മണ്ണ് നല്ല ലൂസാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 3 കുട്ടയ്ക്ക് 1 കുട്ട. മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യുക. ഞാൻ അവിടെ ചെയ്തത് 3 കുട്ടയ്ക്ക് 1. കാരണം ട്രിവാൻഡ്രത്തെ മണ്ണ് കുറച്ചുകൂടെ ലൂസാണ്, കുറച്ചുകൂടെ മണൽ കളർന്നതാണ്. അപ്പൊ അവിടെ അത്യാവശ്യം ചകിരിച്ചോറ് കൊടുക്കും. വേറെ വളമൊന്നും കൊടുക്കരുത്. വളം കൊടുത്തേ നമ്മൾ പെട്ടു. അതുകൊണ്ട് ഇത് ചെയ്ത് മുകളിൽ നല്ലവണ്ണം ലെവൽ ചെയ്യുക. ലെവൽ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെറിയ ഒരു ഡ്രെയിൻ കൊടുക്കും, ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുക്കും. വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധാരണ മേസ്ത്രിമാർ ചെയ്യുന്ന ലെവലർ ഉണ്ടല്ലോ മുകളിൽ, അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ലെവൽ പിടിച്ച് കറക്റ്റായിട്ട് ഒരു 2% സ്ലോപ്പ് വരത്തക്ക രീതിയിൽ 2%, ഒത്തിരി ആയിട്ടില്ല, 2% സ്ലോപ്പ് വരത്തക്ക ചെയ്യുക. ഏതാ എവിടെയാണ് നമ്മൾ വെള്ളം, ഇപ്പം വീടൊക്കെ ആണെങ്കിൽ പുറത്തോട്ട്, റോഡിന്റെ പുറത്തോട്ടായിരിക്കും നമ്മൾ ഈ സ്ലോപ്പ് കൊണ്ടുവരിക. ഇനി വെള്ളം പുറത്തോട്ടങ്ങ് ഇങ്ങോട്ട് അകത്തോട്ട് വരരുത്. ആ രീതി എവിടെയാണോ ഡ്രെയിൻ ചെയ്ത് നമുക്ക് വിടാൻ പറ്റുന്നത് ആ ഭാഗത്തേക്ക് സ്ലോപ്പ് വരുത്തുക. പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 15% കൂടുതൽ സ്ലോപ്പ് വരുന്ന സ്ഥലത്ത് ലോൺ അധികം ചെയ്യാതെ, കുത്തനെയായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ലോൺ അധികം ചെയ്യാതിരിക്കുക. കാരണം ചിലെല്ലാം കൂടെ മണ്ണൊക്കെ കൂടെ ഇടിഞ്ഞങ്ങ് വരും. 15% സ്ലോപ്പ് താഴെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഈ പുൽത്തകടി വെക്കാവൂ. അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. നമ്മൾ സാധാരണ കേരളത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സ്ലോപ്പായിട്ടുള്ള കീഴ്ക്കാൻ തൂക്കാട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. അവിടെ ചെയ്യാതിരിക്കുക. അവിടെ ഗ്രൗണ്ട് കവർ കൊണ്ട് ചെയ്യുക. നമ്മുടെ നേരത്തെ പഠിപ്പിച്ച കീപ്പേഴ്സ് കൊണ്ട് വടേരിയ കൊണ്ട് സാധനം കൊണ്ട് ചെയ്യുക. ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം പുൽത്തകടി വെക്കുക. ഏതാ ഷീറ്റ് കൊണ്ടിട്ടാൽ നിൽക്കും. പക്ഷെ ഷീറ്റിന് നമ്മൾ കുറച്ച് മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിർത്താമെന്ന്. ഇല്ല, 2% സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പിന്റെ മുകളിലത്തെ അളവിനെയാണ് പറയുന്നത്. ഈ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലാണെങ്കിൽ 0% ആണ് സ്ലോപ്പ്.
ഇവിടെ നിന്ന് ചെറിയൊരു ശതമാനം സ്ലോപ്പിൽ കൊണ്ടുപോകും. അതാണ് 2%. കുറച്ച് ചെറിയ വെള്ളം ഒന്ന് ഒഴുകി പോകും, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ 2% കണക്ക് നമ്മൾ പറയുന്നു. ആ ഒരു ഡിഗ്രി, ഒരു ചെറിയ 2 ഡിഗ്രി, അത് വേണമെങ്കിൽ 2 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2%. അതിലേക്ക് ഇത് ഒരു മെത്തേഡ്. ഇനി മുത്തങ്ങ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം മുത്തങ്ങ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ഈ 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ മാറ്റിയാൽ അറിയാം. ഈ മുത്തങ്ങയുടെ കിഴങ്ങ് അത് പൊടിച്ചു കളഞ്ഞ ഭയങ്കര സ്ട്രോങ് ആണ്. അത് എത്ര തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതുണ്ടാവും. മുത്തങ്ങയുള്ള സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചു, വീഡ്മാറ്റിന് പകരം നമ്മൾ സാധാരണ 8-10 സെന്റിമീറ്റർ മുകളിൽ നിന്ന് മണ്ണ് മാറ്റിയതിനു ശേഷം പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഉണ്ട്, നമ്മുടെ റോള് വാങ്ങാൻ കിട്ടും, കിലോയ്ക്ക് 70 രൂപ 80 രൂപയുടെ. ആ റോളിനെ നമ്മൾ 2 മടക്കായിട്ടായിരിക്കും റോള് വരുന്നത്. അതിന് 1 മടക്കാക്കാം കീറി, എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല, ബട്ട് ദിസ് ഈസ് സത്യം. നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. താഴെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ്, എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിന് ചെറിയ ഹോൾസ് ഇടും, വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട്. ഹോൾസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഹോൾസ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ ഹോൾസ് ഇട്ടു. അതിന്റെ മുകളിൽ ഈ പറഞ്ഞ മണ്ണും ചകിരിച്ചോറും കൂടെ നിറയ്ക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് മുത്തങ്ങ വരുമെന്ന് പേടി വേണം. മുത്തങ്ങ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം, മുത്തങ്ങ ഇല്ലെങ്കിൽ വെറും മണ്ണിൽ തന്നെ ചെയ്യും. ഓക്കെ, മുത്തങ്ങ അറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ ആ സാധനം, നമുക്ക് കിഴങ്ങുള്ള സാധനം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോൺ ചെയ്യുമ്പോഴത്തേക്ക്. നമ്മളൊക്കെ പല സ്ഥലത്തും പെട്ടുപോയി. അതിനുശേഷമാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. അടിയിൽ പ്ലാസ്റ്റിക് അവിടെ കിടന്നോളും, കുറേ വർഷം കഴിഞ്ഞാലും പ്ലാസ്റ്റിക് അവിടെ കിടന്നോളും. അത് പ്ലാസ്റ്റിക് ഒരു പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒന്നും വേണ്ട. നമ്മൾ വേസ്റ്റ് ആയിക്കളെ അടിയിൽ തന്നെ ഉണ്ട്, ആർക്കും ഒരു ശല്യവുമില്ല. സാധനം അടിയിൽ കിടക്കും. നമ്മൾ സാധാരണ നമ്മുടെ കിലോയ്ക്ക് 80 രൂപ കിട്ടുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ഒരു റൗണ്ട്, അതൊക്കെ യൂസ് ചെയ്താണ്. അത് നമ്മൾ വെറുതെ വിരിച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി വീഡ് മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം, മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴത്തേക്ക് ഈ സാധനം അധികം നാൾ നിൽക്കുന്നില്ല, വീഡ് മാറ്റ് നിൽക്കുന്നില്ല. ഞാൻ നോക്കിയാൽ അതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. വെള്ളം കെട്ടി നിൽക്കുന്ന സാധനം അതാ പറഞ്ഞ സ്ലോപ്പ് പക്കയായിരിക്കും മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടുണ്ട്. അത് ചെറിയ ഒരടിയിൽ ഒരു ഹോൾ ഇട്ട് അങ്ങനെ പോയാൽ മതി. അളവൊന്നുമില്ല, നമ്മൾ സാധാരണ ഇങ്ങനെ കുത്തിയൊക്കെ പോകും. അത് വലിയ അളവൊന്നും ഇല്ലാതെ ചെറിയൊരു ഡീറ്റെയിൽ മാത്രം അകത്തോട്ട് മതി. കഴിഞ്ഞാൽ ഒത്തിരി ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മുത്തങ്ങ അതുവഴിയും കയറി വരും. വലിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഹോൾസ് അങ്ങ് ഇട്ട് പോവാം. ചിലപ്പോൾ അത് അടഞ്ഞു പോവാം, പക്ഷെ മുകളിലുള്ള സ്ലോപ്പ് കറക്റ്റ് ആയിരുന്നില്ല. വെള്ളം നിൽക്കുക. ഞങ്ങൾക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെ നമ്മൾ നിലമെല്ലാം റെഡിയായി. ഇനി അടുത്തത് ഏത് പുല്ല് വയ്ക്കും എന്നുള്ളതാണ്. ചിലവർ എനിക്ക് പറഞ്ഞ പോലെ പാലുകാച്ചിയാണ്, എനിക്ക് പച്ചപ്പ് മാത്രം മതി, കയ്യിൽ പൈസ ഇല്ല, അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ ബഫലോ ഗ്രാസിലേക്ക് പോകാം. ബഫലോ ഗ്രാസ് അറിയാലോ, സാധാരണ തെങ്ങിൻ തോപ്പിലൊക്കെ കാണുന്ന വീതി കൂടിയ ഇലയോട് കൂടിയ ബഫലോ ഗ്രാസ്. അത് നമുക്ക് വെട്ടി അതേപോലെ കൊണ്ട് വെച്ചു കൊടുക്കാം, ഇല്ല എങ്കിൽ നുരിയായിട്ട് നട്ടുകൊടുക്കാം. ഒരു 1/2 അടി ഡിസ്റ്റൻസിൽ നുരിയായിട്ട് നട്ടുകൊടുക്കും. നുരിയായിട്ട് നടുമ്പോഴത്തേക്ക് ഒരു 1-1.5 മാസം എടുക്കും. നല്ല മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ പച്ചപ്പായി മാറാനായിട്ട്. അല്ലെങ്കിൽ വെട്ടി അതേപോലെ കൊണ്ടുവയ്ക്കണമെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ ബഫലോയുടെ ലോണായിട്ട് മാറും, പുൽത്തരിക്കായിട്ട്. ഈ രണ്ടാമത്തത് അരയടി ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ വേഗം ഫാസ്റ്റായിട്ട് വലിയ വിലയില്ല. സ്ക്വയർ ഫീറ്റിന് 8 രൂപയേ ഉള്ളൂ നമ്മൾ സാധാരണ വാങ്ങാനായിട്ട്. പറമ്പിൽ പോകണമെങ്കിൽ ചുമ്മാ നമുക്ക് വെട്ടിയെടുത്തോണ്ട് വരാം. പക്ഷെ ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് O7 എന്ന വെറൈറ്റി ഉണ്ട്, അത് CO7 കോയമ്പത്തൂർ 7 വെറൈറ്റി ഉണ്ട്. അത് നല്ല ഒരു ബഫലോ ഗ്രാസാണ്. അത് പിന്നെ പേൾ ഗ്രാസ്, അടുത്തത് പേൾ ഗ്രാസ് ആണ്. മെയിൻ്റനൻസ് കുറവായിട്ടുള്ള ബഫലോ ഗ്രാസിന്റെ ഇനത്തിലുള്ളതാണ് പേൾ ഗ്രാസ്. ബഫലോ ഗ്രാസ് ആണെങ്കിൽ ചിലപ്പം മഴയത്തൊക്കെ 15 ദിവസത്തേക്ക് വെട്ടേണ്ടി വരും. ആട് പോലെ പിടിക്കും, അതിനകത്ത് പാമ്പോലെ വന്നിടന്ന് നമ്മളെ പിടിക്കും. അതുകൊണ്ട് മെയിൻ്റനൻസ് പക്കയായി അവിടെയൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കണം, സാറേ വയ്ക്കാൻ എളുപ്പമാണ്, ചീപ്പാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. 15 ദിവസം ഒരിക്കൽ, 20 ദിവസം ഒരിക്കൽ, 1 മാസം ഒരിക്കൽ വെട്ടേണ്ടി വരും. അപ്പൊ അവനെ കൊണ്ട് മാക്സിമം നമ്മൾ ഡിസ്കറേജ് ചെയ്യില്ല. ബഫലോ ഗ്രാസ് നമുക്കൊന്നും തടയത്തില്ല. ചെയ്യുന്ന ആൾക്ക് വളരെ കുറച്ച് ലാഭമേ ഉണ്ടാവത്തുള്ളൂ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫലോ ഗ്രാസിന്റെ വില മിക്കവാറുള്ളവർക്ക് ഉടമസ്ഥനറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറമ്പിൽ കാണുന്ന സാധനം വെട്ടിക്കൊണ്ട് വെക്കുകയാണ്, ഇവനവിടെ നിന്ന് ചിലവാകുന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ചായിരിക്കും കോട്ട് ചെയ്യുക, നമുക്കൊരു ലാഭം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ അവിടുത്തെ പറയേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, സാറേ ഇത് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. 15 ദിവസം വയ്ക്കുക, 20 ദിവസം കയ്യിലുള്ളടത്ത് ബഫലോ ഗ്രാസ് വയ്ക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി കൂടുതലുണ്ട് ലോണിൽ, അതായത് പാർട്ടി നടത്തണം, പിള്ളേർ കളിക്കാനായിട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ബഫലോ ഗ്രാസ് ബെസ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചവിട്ടിയാലൊന്നും പ്രശ്നമില്ല. നമ്മളെ മറ്റേ ലോൺ ഗ്രാസ് ചവിട്ടി കഴിഞ്ഞാൽ അവിടെ അങ്ങ് കുറച്ച് ഹാർഡായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള പബ്ലിക് സ്പേസിലെല്ലാം ബഫലോ ഗ്രാസ് ആണ്. അവിടെ ആൾക്കാർ നടന്നാലും പ്രശ്നമില്ല, ഇരുന്നാലും പ്രശ്നമില്ല, കിടന്നാലും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ ബഫലോ ഗ്രാസ് നുരിയായിട്ട് നടാം, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു റെഡിമെയ്ഡ് ആയിട്ട് കട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ പറയേണ്ട അദ്ദേഹത്തിന്റെ അടുത്ത്, സാറേ ഇത് കൂടുതലാണ്, മെയിൻ്റനൻസ് കൂടുതലാണ്, സാറ് കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇനത്തിലേക്ക് പോവാം. അങ്ങനെ പേൾ ഗ്രാസിലേക്ക് പോകും. പേൾ ഗ്രാസിന് മെയിൻ്റനൻസ് കുറവാണ്, വളരെ കുറച്ചും അതിന്റെ ഗ്രോത്ത് വെർട്ടിക്കൽ അല്ല, ഹോറിസോണ്ടൽ. അതുകൊണ്ടാണ് പേൾ ഗ്രാസ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? നോക്കാം, ഇനി ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. പേൾ ഗ്രാസ്, PEARL, പേൾ ഗ്രാസ്, PEARL. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ തിയററ്റിക്കലാണ്. ഇത് എനിക്കറിയാം, ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനും പോലും ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ പ്ലോട്ടിൽ ചെയ്താൽ മാത്രമേ ആ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വിട്ടുകടിയൊക്കെ വയ്ക്കുന്നു മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ കെട്ടിപ്പോയതാണ്. ഒരു പ്ലോട്ട് കണ്ടപ്പോഴാണ് ഇത് എവിടെ തുടങ്ങണം, ഇത് എവിടെ തീർക്കണമെന്ന് അറിയില്ല. പിന്നെയാണ് പഠിച്ച് എൻ്റെ വീട്ടിലാണ് ഞാൻ പരീക്ഷ നടത്തി പഠിച്ച് പിള്ളേരെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് അവിടെയാണ് ആദ്യം ലോൺ ചെയ്തത്. അവിടെ വെച്ചാണ് കുട്ടകടി ചെയ്ത് പിള്ളേർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. പിള്ളേരെ ഞാൻ പഠിപ്പിച്ച നോട്ടുമായിട്ടാണ് പിള്ളേർ വന്നത്. ഒരു ദിവസം ഇന്നലെ തമാശയാണ്, ഒരു ദിവസം നമ്മൾ ഗാർഡൻ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും തുടങ്ങണ്ടേ, പണി കിട്ടാനുള്ള പിള്ളേർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന് തുടങ്ങിയ സമയത്താണ്, തണൽ തുടങ്ങിയ സമയത്ത്. അപ്പൊ ഞാൻ പിള്ളേരെയും കൊണ്ട് ഏതെങ്കിലും ഒരു കോളനി കൊണ്ടുവരും. ഇവരെ പാസ് ഔട്ട് ആയി കഴിഞ്ഞു. വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർ നമ്മള് ഈ ഫ്രീഡം ഒക്കെ കൊടുത്ത കുട്ടികൾ ഭയങ്കര പഠിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്തു. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. 2 റാങ്ക് ആയിരുന്നു നമുക്കന്ന് കിട്ടിയത്. അത് സെക്കൻഡ് റാങ്ക്, 3rd റാങ്ക്. ആ സ്കൂള് ഏറ്റവും മോശമായ ഒരു സ്കൂളും എല്ലാവരും എഴുതി തള്ളിയ ഒരു സ്കൂളായിരുന്നു. ഈ പിള്ളേരുടെ ഒരു ആവശ്യമൊക്കെ നമ്മൾ നിറവേറ്റി കൊടുത്തുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് പഠിച്ചു. പിള്ളേരൊക്കെ 7 മണി 8 മണി രാത്രി റെമഡി കോഴ്സൊക്കെ ചെയ്ത് രാത്രി 8 മണിയിലെ പിള്ളേരെ മെഴുകുതിരിയൊക്കെ ഇരുത്തുമായിരുന്നു, ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ 2002, 2003 സമയമായപ്പോഴത്തേക്കാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2 റാങ്ക് ഞങ്ങളുടെ സ്കൂളിലാണ് കിട്ടിയത്. അങ്ങനെ പിള്ളേർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. ആ പിള്ളേരായിരുന്നു, അതിനകത്ത് നിന്നുള്ള പിള്ളേരായിരുന്നു ഈ തണൽ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ആദ്യത്തെ വീട്ടില് നമ്മൾ ചെല്ലുകയായിരുന്നു, ഇങ്ങനെ ഗാർഡന്റെ വർക്ക് തരാൻ പറ്റൂ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊരു 13 പിള്ളേരും ഞാനും കൂടെ ഒരു കോളനി ചെയ്തു. അവിടുത്തെ ഒരു വലിയ പോഷ് കോളനിയുണ്ട്, ജവഹർ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ പണക്കാർ താമസിക്കുന്ന കരുണാകരൻ സാറിൻ്റെ ഒക്കെ വീടുള്ള ഒരു കോളനിയാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ പിള്ളേരെ വിട്ടിട്ട് പറയും, നിങ്ങൾ 2 പേര് വെച്ചിട്ട് ഓരോ വീട്ടിൽ പോയി സർവേ നടത്തണം. അതായത് സർവേ ഇത് മാത്രമേ ഉള്ളൂ, താങ്കളുടെ വീട്ടിൽ ഗാർഡൻ ചെയ്യണം, താങ്കളുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യണം, താങ്കളുടെ വീട്ടിൽ മണ്ണിര കമ്പോസ്റ്റ് ചെയ്യണം. ഇവർ പഠിച്ച കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. VHSC പഠിച്ച അതെന്താ ഉറപ്പായി ഒരു ഉറപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യും. ഇവരെ ഓരോ വീട്ടിൽ കയറി ചോദിക്കും. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് ഒരു മനുഷ്യനും ട്രിവാൻഡ്രത്തെ ആൾക്കാരെ കേട്ടില്ല വീട്ടിലേക്ക്, പരിചയമില്ലാത്ത ആൾക്കാരെ കേട്ടില്ല. പട്ടിയുണ്ട്, അല്ലെങ്കിൽ പണിയില്ല, തരാനൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടെ. അങ്ങനെ പിള്ളേർ ഗതി കേട്ട് വന്നു. അപ്പോഴത്തേക്കാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSCയുടെ ഫുൾ ഫോം പറഞ്ഞ പയ്യൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. അവനാണ് നേതാവ് ഇതിൻ്റെ. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞാൻ ആരെങ്കിലും കൊണ്ടേ വരുള്ളൂ. ഞാൻ വാശി പിടിച്ച് തിരിച്ചു പോയി. അവസാനം അവൻ എവിടെയോ പോയി പെട്ടു. ഒരു നായർ സാർ, കേണൽ നായർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ വളരെയധികം ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിനെ സ്മരിക്കാറുണ്ട്. അദ്ദേഹമാണ് ആദ്യത്തെ വർക്ക് നമുക്ക് തന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ വരെ ലെറ്റർ ഇട്ടിട്ട് ഓടിക്കളയും. ചില സിനിമയിൽ ജഗദീശ്വരിമാർ പട്ടാളക്കഥ പറയുന്ന പോലെ ഇയാളൊന്ന് കഥ പറയും. ഇത് കേൾക്കാനായിട്ട് ഒരു മനുഷ്യനും, എല്ലാവർക്കും പേടിയാണ്. ആ കോളനിയിലുള്ള ഒരു മനുഷ്യൻ പോലെ ഇയാളെ വീട്ടിൽ പോയില്ല, കാരണം വെച്ചാൽ ആൾ കൊന്നു പോലെ വിളിക്കും. അപ്പൊ ഇവൻ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു ഇരയായി കിട്ടി. അപ്പം പറഞ്ഞു, നീ കയറി വാ, എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇവൻ ഈ
സർവേ ഫോം നീട്ടി വെച്ചു. സാറേ ഇതിലൊരു സർവേ ഫോം ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കും. ആദ്യം എന്നെ പട്ടാളക്കഥ കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് പട്ടാളക്കഥ പറഞ്ഞു ഇവൻ അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോമിനകത്ത് കാണിച്ചു കൊടുത്തു. കാരണം ഇതെല്ലാം ഇവിടെ ചെയ്യണം, നിങ്ങളെല്ലാം ഇവിടെ വന്നാൽ കഥ പറയാൻ ഒരു കണ്ടീഷൻ മാത്രം, നീ എന്നെ ഫ്രണ്ട് ഇരുന്നോളണം, ആ കണ്ടീഷൻ മാത്രം. അവനത് ഏൽക്കുകയും ചെയ്തു. ഞാൻ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണ് നായർ സാറിൻ്റെ അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് തുടങ്ങുന്നത്. അവിടെ നീ പറയുന്നത് പോലെ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചത് അവിടെ ഉപയോഗിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ അപ്പോഴൊന്നും നമുക്ക് എസ്റ്റിമേറ്റ് പോലും എടുക്കാൻ അറിയില്ല. ഞങ്ങൾ 4000 രൂപയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡൻ ഫുള്ള് ചെയ്തുതരാമെന്ന് പറഞ്ഞു. അവസാനം നോക്കിയപ്പോഴത്തേക്ക് 4000 രൂപ എങ്ങനെ മുതലാവുമെന്ന് പോലും അറിയില്ല. ഇന്ന് പിള്ളേരെ അവനെ ആദ്യത്തെ വർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് 4000 രൂപയ്ക്ക് ഈ ഒരു വർക്ക് ചെയ്യുകയും ചെയ്തു. ഇല്ല, നായർ സാറ് ഭയങ്കര രസമായിരുന്നു. ഈ നായർ സാറിൻ്റെ അവിടെ നമ്മള് ഈ 10-12 പേര് ചേർന്നാണ് ഈ പണി ചെയ്യുന്നത്. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ആൾ കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പം ഈ തൊട്ടടുത്ത വീടും ഇത് ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവിടെ ഓരോ വീടും. അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിലാളെ ഒരുത്തനിങ്ങനെ ഞോണ്ടി നാളെ നീ എൻ്റെ വീട്ടിൽ വരും, കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നായർ സാർ ഇത് കണ്ടു. അങ്ങനെ പറഞ്ഞ് അടുത്ത വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വർക്കെല്ലാം ഇവിടെ ക്യാൻസൽ ചെയ്യും. പിന്നെ സാറിനെ കാല് പിടിച്ച് സാറ് ഒരു വർക്ക് കിട്ടുന്നത് സാർ പിള്ളേരെല്ലാവരും കിട്ടുന്നത്. ഞാൻ അവസാനം കാല് പിടിച്ചപ്പോൾ ഒരുത്തിന് അപ്പുറത്തേക്ക്. അങ്ങനെ കോളനിക്കകത്ത് എനിക്ക് തോന്നുന്നു 10-20 വീട് ഞങ്ങൾക്ക് ഒരു 10-20 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെയാണ് തങ്ങൾ തുടങ്ങിയത്. അത്ര കഷ്ടപ്പെട്ട് തെണ്ടി വലിഞ്ഞിട്ടാണ് അവസാനം ഒരു പടിയെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും. ആ രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാസ് നമ്മൾ അതിൽ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലോഞ്ച് ചെയ്യണം എന്നുള്ളതിനാണ്. അപ്പോൾ അടുത്ത മെത്തേഡ് പേൾ ഗ്രാസ് വയ്ക്കുക എന്നുള്ളതാണ്. പേൾ ഗ്രാസ് വയ്ക്കാം. പേൾ ഗ്രാസ് മെയിൻ്റനൻസ് കുറവായിട്ടുള്ള ഒരു ഗ്രാസാണ്. അത് നമുക്ക് കോസ്റ്റ് കൂടുതലാണ്. ഒത്തിരി കോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു. 14 രൂപ 15 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് ഗ്രാസ് കിട്ടും. മറ്റേതാണ് 8 രൂപ, ഇതൊരു 14-15 രൂപയ്ക്ക് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്. അത് നല്ല വെയിലടിക്കുമ്പോഴത്തേക്കിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാകും. വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതിന് ഭയങ്കര വെയിലിനെക്കാട്ടിയും കുറച്ചത് അല്പം ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് വളരും. രാദർ ദാൻ നല്ല സൺലൈറ്റ് കിട്ടുന്നതിനെക്കാട്ടി. എന്നിരുന്നാലും പേൾ ഗ്രാസ് 2 രീതിയിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. ചെറിയ കളർ ചേഞ്ചസ് വരും. ഇല്ല, അതെന്താ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മാറിക്കും. അപ്പോൾ പേൾ ഗ്രാസ് വയ്ക്കുന്നത് 14-15 സ്ക്വയർ ഫീറ്റ്. ഇനി അദ്ദേഹത്തിനടുത്ത് പറയാണ് കുറച്ചുകൂടെ ഭംഗി വേറെ ഗ്രാസാണ്, ആ ഗ്രാസാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഗ്രാസാണ്. ഈ കാൾഡ് സോയിസ ഗ്രാസ്. അതിന് ആരെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുക, ഈ പേര് ഓർത്തിരിക്കുക, സോയിസ ഗ്രാസ്. SOI. ഇതാണ് ഗ്രാസിന്റെ പേര്, സോയിസ ഗ്രാസ്. ഇതാണ് നമ്മുടെ നഴ്സറികളിലെ മെക്സിക്കൻ ഗ്രാസും കൊറിയൻ ഗ്രാസും ഒക്കെ പറഞ്ഞു കിട്ടുന്നത്. ഇതിന്റെ പേര് സോയിസ ഗ്രാസ് ആണ്. ആസ് എ ടെക്നിക്കൽ പേഴ്സൺ നമ്മളത്തെ പേര് അറിഞ്ഞിരിക്കണം. സോയിസ ഗ്രാസ്, ZOIS. ഈ ഗ്രാസ് ആണ് നമ്മൾ സാധാരണയായിട്ട് മിക്കവാറും പബ്ലിക് ഗാർഡനിലൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം. ഐലൻഡ്, റോഡ് ഐലൻഡ് എന്നൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ നല്ല ഗ്രീൻ കളർ, ലഷ് ഗ്രീനിലൊക്കെ കളർ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രോത്ത് വന്നിട്ട് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആണ് കൂടുതൽ. മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. ഇതാണ് അഡ്വാൻറ്റേജ്. മെയിൻ്റനൻസ് കുറവാണ്. ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ മെയിൻ്റനൻസ് കുറവാണ്. കട്ട് ചെയ്യേണ്ടി വരും. 3 മാസം ഒരിക്കുക, അല്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ 2 മാസം ഒരിക്കുക, അല്ലെങ്കിൽ 1.5 അങ്ങനെയൊക്കെ വരും. റെഗുലറായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാംഗ്ലൂർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സോയിസ ഗ്രാസ്. അപ്പോൾ സോയിസ ഗ്രാസ് ആണ് സാധാരണ ബാംഗ്ലൂർ ഗ്രാസ്, അതുപോലെ തന്നെ മെക്സിക്കൻ ഗ്രാസ്, കൊറിയൻ ഗ്രാസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടും. അപ്പോൾ സ്ക്വയർ ഫീറ്റ് ഗ്രാസ് ഹോൾസെയിലായിട്ട് നിങ്ങൾ നമ്മുടെ കർണാടകയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ 12 രൂപയുള്ളൂ. അതിവിടെ വരുമ്പോഴത്തേക്ക് 25 രൂപയാണ്. നമ്മുടെ ഡയറക്റ്റായിട്ട് 3000 സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഗ്രാസ് വരികയാണെങ്കിൽ ഞാൻ അവിടെ നമ്പർ തരാം. കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാസ് ഡീലർ നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റും. നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് പുല്ല് വളർത്തുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കയറി ചെന്നാൽ നമ്മൾ അടിയിടുന്ന കൊടുക്കുന്നു, നല്ല അടി തരും. കാര്യം എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ബ്രോക്കർ മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. ഡയറക്റ്റായിട്ട് കർഷകരെ ഒന്ന് കാണാൻ പറ്റുന്നത്, കർഷകരെ കാണാൻ സമ്മതിക്കില്ല. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഹോൾസെയിലായിട്ട്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെയും അത് കർണാടകയുടെയും ആന്ധ്രയുടെയും ബോർഡറിൽ ഗ്രാസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രാസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മൾ പോയി എടുക്കുകയാണെങ്കിൽ 9 രൂപ തൊട്ട് 11 രൂപയുള്ള സ്ക്വയർ ഫീറ്റിന്. ട്രാൻസ്പോർട്ടേഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 17-16 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് നമുക്ക് 30 രൂപ സ്ക്വയർ ഫീറ്റിനോട് വിൽക്കുകയും ചെയ്യും. ഓൾമോസ്റ്റ് ഡബിളാണ് വിൽക്കുന്നത്.
അതാണ് നോർമൽ. നമ്മുടെ ഹോൾസെയിലായിട്ട് സ്ഥിരമായിട്ടൊരു നഴ്സറി എടുക്കണമെങ്കിൽ നഴ്സറിക്കാരന് 25 രൂപയ്ക്ക് തരാറുണ്ട്. പക്ഷേ അല്ലാത്ത സമയത്ത് 30 രൂപയാണ് സ്ക്വയർ ഫീറ്റ് തരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ നഴ്സറിയിൽ ഗ്രാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടോ ഗ്രാസ് ഉണ്ടോ? അല്ല, സ്വന്തം നഴ്സറിയിൽ ഇല്ല. അപ്പൊ ഗ്രാസ്, അതെ, ഗ്രാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നു. എപ്പോഴും ഓർക്കുക, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രാസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള പ്ലാൻ, അല്ലെങ്കിൽ ഇതെല്ലാം പല സ്ഥലത്തു നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് മുതലാവും. അതുകൊണ്ടാണ് ഗ്രാസ് ഉള്ള സ്ഥലത്ത് മാത്രമേ കൂടുതൽ പ്ലാന്റ്സ് മൂവ് ചെയ്യും. അത് മനസ്സിൽ എപ്പോഴും നഴ്സറി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഓർത്തിരിക്കും. ഒരു 100-150 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഗ്രാസ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കച്ചവടം കുറച്ചുകൂടെ കൂടുതൽ എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ കാണും. അങ്ങനെ മെക്സിക്കൻ ഗ്രാസ് 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ നിന്ന് വാങ്ങാം? കർണാടകയിൽ നിന്ന് വാങ്ങാം. അതല്ല എങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഹോൾസെയിൽ നഴ്സറിയിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. 25 രൂപയോളം സ്ക്വയർ ഫീറ്റിനാകും ഹോൾസെയിൽ നഴ്സറിയിൽ നിന്നാണെങ്കിൽ. അല്ലെങ്കിൽ റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം 30 രൂപ സ്ക്വയർ ഫീറ്റിനാകും. നമ്മുടെ കർണാടകയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 19 രൂപ സ്ക്വയർ ഫീറ്റിന് നമുക്ക് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കണം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ 25 രൂപയുടെ റേറ്റിൽ കൊടുക്കാവും. നമുക്ക് ഉറപ്പില്ല നമുക്ക് കർണാടകയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ആ 25 എന്നുള്ള റേറ്റിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അത് വേണം മനസ്സിൽ കണ്ടുകൊണ്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി ഈ ഗ്രാസ് എങ്ങനെ നടാമെന്നുള്ളത്. ഓ, അത് പേൾ ഗ്രാസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ വളർച്ച അനുസരിച്ച് മാത്രം കട്ട് ചെയ്താണ്. ടൈമൊന്നുമില്ല. നമുക്കത് മേ ബി ചിലപ്പോൾ 4 മാസം കഴിഞ്ഞ്, ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് അങ്ങനെ കട്ട് ചെയ്താൽ മതി. കാരണം അതിന്റെ ഗ്രോത്ത് മുകളിലോട്ട് വരത്തില്ല, താഴോട്ട് മാത്രമേ പോകും. കുറച്ച് ഒത്തിരി തിക്കാകുമ്പോൾ മാത്രം കട്ട് ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് ടൈം ബൗണ്ടായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഗ്രാസ് മൂവറും ഉണ്ട്, മറ്റേ ബ്രഷ് കട്ടറും ഉണ്ട്. 2 യൂസ്. ബ്രഷ് കട്ടറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന് കൊണ്ടുപോകാൻ എളുപ്പം. റോക്കറ്റ് പോലെ വെച്ച് പിടിക്കും. നമ്മൾ രാവിലെ ട്രിവാൻഡ്രത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ റോക്കറ്റ് പോലെ പിടിച്ചുകൊണ്ട് ഇവർ പോകുന്നതാണ്. എല്ലാവർക്കും ബ്രഷ് കട്ടർ മറ്റേ ആ സാധനം വെച്ചാൽ അത് വെച്ച് ചെയ്താൽ മതി. അത് പക്ഷെ നല്ലോണം പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. വെട്ടുമ്പോൾ ഒരേ ലെവലിൽ വെട്ടിപ്പോകണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാനുവൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് ഞാൻ പറയാം. മെയിൻ്റനൻസ് വരുമ്പോഴത്തേക്ക് അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഒന്നേ കാലമല്ല ഭക്ഷണമായി വിശന്നും പറയുന്നുണ്ടോ അല്ലേ? അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. കഴിച്ചിട്ട് വരാം അല്ലേ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഗ്രാസ് കൂടെ പറഞ്ഞു നിൽക്കാം. മെക്സിക്കൻ അല്ലെങ്കിൽ സോയിസ ഗ്രാസ് ആണ്. ഈ ഗ്രാസ് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാം. നമ്പർ ഞാൻ തരാം, കിരണിന്റെ നമ്പർ തരാം. ഞാൻ അതിനോട് ഒരു ബന്ധവുമില്ല. എനിക്ക് എന്നെ വിളിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും വിളിക്കുന്നത്. കമ്മീഷനൊന്നുമില്ല. അങ്ങനെ സാധാരണയായിട്ട് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ കാരണമാണ് ചെറിയൊരു ഇഷ്യൂ ഉള്ളത്. അല്ലെങ്കിൽ വളരെ നീറ്റായിരുന്നു കിരൺ എന്ന പ്രശ്നം വെച്ചാൽ അവൻ ആദ്യം അഡ്വാൻസ് നമുക്ക് ലോഡ് അയക്കുമായിരുന്നു. അതിനുശേഷം പൈസ ഇട്ടാൽ മതിയായിരുന്നു. അപ്പൊ നമ്മുടെ ഗാർഡനേഴ്സ് പല മലയാളികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലോഡങ്ങ് എടുക്കും, അപ്പോൾ പൈസ കൊടുക്കും. 2ാമത്തെ ലോഡിന് കൊടുക്കും. 3ാമത്തെ ലോഡ് തൊട്ട് അവൻ കത്തിച്ചോടാം. പിന്നെ അവൻ ജമ്മം പോയ കേരളത്തിലേക്ക് മാത്രം അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ, അഡ്വാൻസ് അല്ല ഫുൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ അവൻ കേൾക്കുള്ളൂ. അങ്ങനെയാണ് ചോദിച്ചപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു, സാറേ പറ്റില്ല, കേരളത്തിലോട്ട് അയക്കുകയാണെങ്കിൽ ഫുൾ പേയ്മെന്റ് കിട്ടിയതായിരിക്കും. ബിക്കോസ് കുറേ പേരാണ് പക്ഷേ 2 പേയ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കും, 3ാമത്തെ പേയ്മെന്റ് തൊട്ട് കൊടുക്കത്തില്ല. അവസാനം കൊടുക്കാതെ തന്നെ അവനിവിടെ വന്ന് കൊച്ചിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ ഞാൻ ഒരാൾക്ക് പേയ്മെന്റ് കിട്ടാൻ ഇപ്പോൾ കൊച്ചിയിലാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നതാണ്. നല്ലൊരു പയ്യനാണ്, കൊച്ചു പയ്യനാണ്, 20-22 വയസ്സ്. അവൻ നല്ലോണം ഭംഗിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുല്ലിന്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരും വാട്സാപ്പിൽ. 2-3 റേറ്റുള്ളത് അയച്ചു തരും. ഏത് റേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ അതിന്റെ പൈസ 3000 ആണെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, പൈസ ഇട്ട് കൊടുക്കുക. അത് ഉടനെ തന്നെ അവൻ കട്ട് ചെയ്ത് എവിടെയാണ് കട്ട് ചെയ്യണത്, കട്ട് ചെയ്യുന്നത് തൊട്ട് റോഡ് കയറ്റുന്നത് വരയ്ക്ക് അത് നമുക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കും. ലോഡ് കയറ്റിയതിന് ശേഷം ആ ലോറിയുടെ നമ്പറും അതിൻ്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് വാട്സാപ്പ് ചെയ്തു. ആ ലോറിക്കാരന് മാത്രം ഇവിടെ വന്ന് പൈസ. ഇതാണ് അതിൻ്റെ ഒരു രീതി. അത് നല്ല പക്കയായിട്ട് ചെയ്ത് തരും. കറക്റ്റ് സമയത്തെത്തും, നല്ല ഗ്രാസിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ഗ്രാസ് നടാം, എങ്ങനെ മെയിൻ്റെനൻസ് നടത്താം എന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകടിയായി നമുക്കൊരു 3-3:30 ആകുമ്പോഴത്തേക്ക് ഗാർഡൻ കണ്ട് ഇറങ്ങണം, പുറത്തോട്ട് ഇറങ്ങി യാത്ര പറഞ്ഞ് പോകണം. ഓക്കെ, കൊണ്ടുപോകും. ഈ ഗാർഡൻ ഇപ്പോൾ